ഏവർക്കും പ്രിയങ്കരനുമായ പ്രഭാഷണത്തിൽ ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സയ്യിദ് മുഹമ്മദ് ഇസ്ലാമി അവറുകളാണ് ഇനി നമ്മോട് പ്രഭാഷണം നടത്താൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മസ്ജിദിന്റെ പരിസരത്തെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ കപിതാക്കൾ, അതോടുകൂടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരൊന്നും ഈ സന്തോഷത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും അവരൊക്കെ ആത്മീയമായ ലോകത്തിൽ വെച്ചുകൊണ്ടിതെല്ലാം വീക്ഷിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടു പുറത്ത് മാഫ് ചെയ്തു തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ സയ്യിദ് മുഹമ്മദ് നിസാമി, അദ്ദേഹം ചേളാരിയിൽ നിന്ന് ആണ് നമ്മുടെ ചെറിയ ക്ഷണം അനുസരിച്ച് ഇത്രയും ദൂരം നിന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടി മഹാനവറുകളുടെ പ്രസംഗം ഇരിക്കലാണ്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്ന നിലക്ക് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുകയാണ്. നേരത്തെ അടുത്തുള്ള നാട്ടുകാർ പലരും ഉണ്ടായതുകൊണ്ടാണ് മനഃപൂർവ്വം ആ കാര്യം അറിയിക്കാതെ വിട്ടത്. നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒരു ദിവസത്തെ വാടകയായി കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് 20,000 രൂപയാണ്. വളരെ കുറഞ്ഞ സംഖ്യയാണ്. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് തുടങ്ങുക. പള്ളിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിലും കൂടുതൽ നാട്ടിനൊരു ഉപകാരമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ കല്യാണം ഉണ്ടാക്കാൻ പറ്റുന്ന വീടുകൾ വളരെ വിരളമായി തുടങ്ങിയിരിക്കുന്നു. പകുതിയിലധികം വീടുകളും വീട്ടിൽ വെച്ച് കല്യാണം ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തവരാണ്. അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആ AC ഒക്കെ ഉള്ള വലിയ ആ ഓഡിറ്റോറിയത്തിന് 1,45,000 രൂപയാണ് ഒരു ദിവസമാണ്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അധിക ആളുകളും അത് അവിടെ പോയി കല്യാണം നടത്താൻ കഴിയാത്തവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്. സാധാരണക്കാരായ നമുക്ക് വളരെ യോജിച്ച നിലക്കുള്ള ഒരു ഓഡിറ്റോറിയവും അതിന് പാകതയുള്ള ഒരു വളരെ ചുരുങ്ങിയ ഒരു സംഖ്യയുമാണ് ഇപ്പോൾ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ഭാവിയിൽ നമ്മുടെ പുരോഗതിക്കനുസരിച്ചൊക്കെ നമുക്ക് നീങ്ങാം. പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഈ വേസ്റ്റ് സാധനങ്ങൾ അത് നടത്തുന്ന ആളുകൾ തന്നെ മുഴുവൻ വൃത്തിയാക്കി ആ വൃത്തിയാക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ 20,000 തന്നെ മതി. അല്ല, വേസ്റ്റ് ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അത് കഴിക്കാൻ പ്രത്യേക സംവിധാനം ഇവിടെയുണ്ട്. അതിന് പെട്രോളോ മറ്റൊക്കെ ഒഴിച്ച് അതിൽ കൊണ്ടുപോയി പെറുക്കി അതിൽ കൊണ്ടുപോയി കത്തിച്ച് നശിപ്പിക്കണം. അതിന് 3,000 രൂപ ചിലവ് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ വേസ്റ്റ് ഇവിടെ ഇട്ട് പോകുന്നവർ 23,000 രൂപയും വേസ്റ്റ് കൂടെ കൊണ്ടുപോകുന്നവർ 20,000 രൂപയുമാണ് വാടകയായി കൊടുക്കേണ്ടത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നിസാമി നമ്മുടെ നാട്ടിൽ ആദ്യമായാണ് വരുന്നത്. ഒരു കാലത്ത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിസാമിയുടെ പ്രസംഗം കേൾക്കാൻ എവിടെയാണെങ്കിലും പോയിരുന്ന ഒരവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ പ്രായമില്ല. എൻ്റെ പ്രായം നിങ്ങൾക്കറിയാം, 68-ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. അദ്ദേഹം അവിടുന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു ക്ഷീണമുണ്ടെങ്കിലേ ഉള്ളൂ. വളരെ മണിയായ പ്രസംഗം എല്ലാവരും ശ്രദ്ധിക്കണം. ആ ദൂരെ ഇരുന്നവർ ആ മുമ്പിൽ കസേരയാണ്, കുറച്ചുകൂടി മുന്നോട്ട് വരണം. എന്നിട്ട് നമ്മൾ സാധാരണ പ്രസംഗം പോലെ ആക്കാതെ നീട്ടിവരിച്ചുള്ള പ്രസംഗം അല്ല ഇവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് ക്ലാസ് പോലെ വളരെ കൃത്യമായി പറയുന്ന ഒരു അക്ഷരം പോലും ഒഴിവാക്കാനില്ലാതെ പറയുന്നത് മുഴുവൻ ഹൃദയസ്ഥമാക്കാനും വളരെ മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിലുള്ള എല്ലാവർക്കും തിരിയുന്ന സുഖകരമായ ഒരു സംസാരമായിരിക്കും ഇവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട മഹാനവർക്ക് ഇനിയും കൂടുതൽ
ദീനിയായ ഹിദ്മത്ത് ചെയ്യാനും സേവനം ചെയ്യാനും അല്ലാഹു ആ ആരോഗ്യത്തോടു കൂടെയുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവറുകളെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم الحمد لله نحمده ونصلي على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد عليكم بتقوى الله في السر والعلانية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. അഭിനന്ദനായ അധ്യക്ഷൻ, ഈ വേദിയുടെ ഉദ്ഘാടകർ, ഈ വേദിയിൽ ധന്യമാക്കിയ ഇതിൻ്റെ സാരഥികൾ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, സഹോദരിമാർ, അവരെയെല്ലാം അല്ലാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം ഇവിടെ വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടുകൂടി 2-3 ദിവസം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വളരെയേറെ സന്തോഷത്തിൽ നിലകൊള്ളുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മർഹൂം മൂസയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്നലെ നിർവഹിക്കുകയുണ്ടായി. മരണപ്പെട്ട മൂസയുടെ ഖബർ അല്ലാഹു സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പു എന്ന പേരിൽ നിങ്ങൾ അനുസ്മരിക്കുന്ന ആ മാന്യ വ്യക്തി തൻ്റെ പിതാവിൻ്റെ പേരിൽ ഈ മഹല്ലത്തിനൊരു വരുമാനം കിട്ടാനുള്ള മാർഗമായി നിർമ്മിച്ചതാണ്. എല്ലാം വളരെ നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അശരണരായ പാവപ്പെട്ട പെൺകുട്ടികളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്തിക്കാനുള്ള സംരംഭവും ഇതോടൊന്നിച്ച് അദ്ദേഹം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം തന്നെ ചെലവും അദ്ദേഹം വഹിച്ചു. ദുനിയാവിൽ നിന്ന് സ്വർഗം നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം തന്നെ. നമുക്ക് കാണുന്ന രീതിയിൽ ദുനിയാവിൽ നിന്ന് അദ്ദേഹം സ്വർഗം നേടിയെടുക്കുകയാണ്. ജനാബ് ഇപ്പു സാഹിബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഐശ്വര്യവും സൗഭാഗ്യവും കൂടുതൽ നൽകുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും എല്ലാം അല്ലാഹു പരലോകത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രവാചക സ്നേഹം, ഈമാനിൻ്റെ മാധുര്യം എന്ന വിഷയമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ പുതുവസന്തമായ റബീഉൽ അവ്വൽ വസന്തം ഇവിടെ ഓർമ്മിപ്പിക്കുന്ന
സ്മരിക്കുന്ന ഈ റബീഉൽ അവ്വൽ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ കാലമായിട്ടാണ് ലോകത്തെല്ലായിടത്തും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഈ റബീഉൽ അവ്വലിൽ പ്രവാചകനെ അനുസ്മരിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ രൂപത്തിലും ഓരോ രീതിയിലുമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളക്കാർ പഴയ കാലം മുതൽക്കേ റബീഉൽ അവ്വൽ മാസങ്ങളിൽ അത് മൗലിദ പാരായണത്തിലൂടെയും സലാത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും എല്ലാം തന്നെ പ്രവാചക സ്മരണ നിലനിർത്താനുള്ള സൽക്കർമ്മങ്ങൾ ഏർപ്പെടാറുണ്ടായിരുന്നു. മൗലാന അബുൽ കലാം ആസാദിൻ്റെ കാലം മുതൽക്കാണ് മീലാദ് പ്രഭാഷണങ്ങളും മീലാദ് സമ്മേളനങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിച്ചത് എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു വസ്തുത. അദ്ദേഹം സീറത്ത് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വേദി സംഘടിപ്പിച്ചു. കൽക്കത്തയിലാണ് ഈ വേദി ആദ്യമായി ആരംഭിച്ചത്. ആ വിശാലമായ വേദിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച, നബിയുടെ ചര്യയെ സംബന്ധിച്ച്, നബിയുടെ നിസ്തുലമായ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വലിയ കോൺഫറൻസ് ആയിരുന്നു അത്. ആ സീറത്ത് കോൺഫറൻസാണ് ഇന്ത്യയിലെ മീലാദ് സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ പരിപാടിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് അതിനാരും തന്നെ എതിർപ്പുണ്ടായിരുന്നില്ല, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. മാത്രമല്ല, റബീഉൽ അവ്വലിൽ നടക്കുന്ന മൗലിദിൻ്റെ പേരിലും ഒരു വിമർശനവും നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ സാഹിത്യങ്ങളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ മൗലിദിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള എഡിറ്റോറിയലും ഫീച്ചറുകളും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ചുരുക്കം പറഞ്ഞാൽ മൗലാന അബുൽ കലാം ആസാദ് അതൊരു പ്രഭാഷണ വേദിയാക്കിക്കൊണ്ട്, നബിയുടെ മദ്ഹ് പറയുന്ന ഒരു വേദിയാക്കിക്കൊണ്ട് ആ സംരംഭത്തെ അന്ന് ഒന്നുകൂടി വിശദമായ രൂപത്തിൽ അവതരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ MP ആയി, അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിൽ അദ്ദേഹം മന്ത്രിയായപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഇത്തരം സംരംഭങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം സീറത്ത് കോൺഫറൻസിൻ്റെ തൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു മൗലാനിയെ നിശ്ചയിച്ചു കൊണ്ടിട്ട് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അത് നടപ്പാക്കാനുള്ള പരിപാടിയുമായിട്ടായിരുന്നു മുന്നോട്ട് വന്നത്. അതിൽ ആദ്യമായും ഇങ്ങനെയുള്ള സീറത്ത് കോൺഫറൻസ്, അതായത് നബി ചര്യ പറയുക, നബിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഈ മഹിതമായ സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിൽ പിന്നീട് ഈ കൽക്കത്ത കഴിഞ്ഞാൽ ആദ്യം ആരംഭിച്ചത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ അത് ആരംഭിച്ചത് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ മീലാദ് സമ്മേളനം എന്ന പേരിൽ മീലാദ് പരിപാടികൾ നടക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ മൗലിദോതും അതിൻ്റെ ശേഷം നബിയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ നടക്കും. ആദ്യഘട്ടത്തിൽ സലാത്തും അതുപോലെ തന്നെ മൗലിദുകളെല്ലാം തന്നെ നടക്കും. പിന്നീട് നബിയെ പറ്റിയുള്ള പ്രഭാഷണവും നടക്കും. ഇതായിരുന്നു കേരളത്തിൽ പിന്നീട് വ്യാപകമായത്. ഇന്ന് റബീഉൽ അവ്വലിൽ പ്രവാചകനെ അനുസ്മരിക്കാനുള്ള മഹിതമായ ഒരുപാട് വേദികൾ പല രൂപത്തിലും നമ്മുടെ മദ്രസകളിലും കോളേജുകളിലും സിംബോസിയം, സെമിനാർ പോലെയുള്ള പരിപാടികളിലൂടെയും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹിതമായ സമ്പ്രദായം വ്യാപകമായതുകൊണ്ടിട്ടാണ്. വാസ്തവത്തിൽ ഇന്ന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനം അപ്രസക്തമാണ്. വാസ്തവത്തിൽ അത് അപ്രസക്തമാണ്. കാരണം ലോകത്തെല്ലാം തന്നെ ഹബീബായ നബിയെ അനുസ്മരിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് നടക്കാത്ത സ്ഥലങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ചിലപ്പോൾ നാം പറയുന്ന മാതിരി വട്ടത്തിൽ ഇരുന്നുകൊണ്ട് മൗലിദ് കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. റബീഉൽ അവ്വൽ 1 മുതൽ 12 ദിവസവും പത്രങ്ങളിൽ, ടെലിവിഷനുകളിൽ, അതുപോലെയുള്ള മാധ്യമങ്ങളിലെല്ലാം തന്നെ നബിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഫീച്ചറുകൾ,
പലതരത്തിലും ലൈവായിക്കൊണ്ടുള്ള പല പരിപാടികളും ഗൾഫ് നാടുകളിലെല്ലാം തന്നെ നടക്കുന്നത് സാധാരണയാണ്. റബീഉൽ അവ്വൽ 12 വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് നബിയെപ്പറ്റി ഓരോരുത്തരും പ്രകീർത്തനങ്ങൾ രചിച്ചു കൊണ്ടുവന്ന് പാടുക എന്നുള്ളത് സമ്പ്രദായമായി സ്വീകരിച്ച മുസ്ലിം രാഷ്ട്രങ്ങളുമുണ്ട്. റബീഉൽ അവ്വൽ 12 എല്ലാ കവികളും ഒരുമിച്ചുകൂടും. എന്നിട്ട് വലിയൊരു കവി സമ്മേളനം. ആ കവി സമ്മേളനത്തിൽ ഹബീബായ നബിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകൾ അവർ ഓരോരുത്തരും രചിച്ച രചയിതാക്കൾ തന്നെ പാടുക സാധാരണയാണ്. ഇങ്ങനെയെല്ലാം പലതരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബീഉൽ അവ്വലിലാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങളും ഹബീബായ നബിയെ അനുസ്മരിക്കാൻ ഒരു ചെറിയ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹു തആല ഹബീബായ നബിയോടുള്ള സ്നേഹം, ഈമാനിൻ്റെ മാധുര്യത്തിൽപ്പെട്ട ആ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനത്തിനും പടച്ച തമ്പുരാന്റെ പൊരുത്തം നേടിയെടുക്കാനും ഒരു സൽക്കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ മഹാന്മാരായ നേതാക്കന്മാർ എല്ലാം തന്നെ പ്രവാചകന്റെ വരവിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. മറ്റു പ്രവാചകന്മാർ വന്നതുപോലെയല്ല. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാർ വരുമ്പോൾ നേരത്തെ ആ പ്രവാചകൻ വരുന്നു എന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിൻ്റെ മുമ്പ് തന്നെ പ്രവാചകൻ അതാ വരുന്നു വരുന്നു എന്ന് പറയാൻ ഇവിടെയുള്ള വേദാന്തികളും മഹർഷിമാരും പുണ്യവാളന്മാരും പ്രവാചകന്മാരും എല്ലാം തന്നെ തയ്യാറായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. തൗറാത്തിൽ, മൂസ നബിയുടെ തൗറാത്തിൽ, ഈസ നബിയുടെ ഇഞ്ചീലിൽ, ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ സബൂറിൽ എല്ലാം തന്നെ നബിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ വരുന്നതിനെ സംബന്ധിച്ച് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രസംഗം തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിനെ പിടികൂടി കുരിശിൽ നാട്ടി ആണിതറച്ച് കൊല്ലാനുള്ള ഗൂഢാലോചനക്ക് ജൂത പുരോഹിതന്മാർ നേതൃത്വം കൊടുക്കുന്നൊരു സമയം യേശുവിനെതിരായിക്കൊണ്ട് പിലാത്തോസിൻ്റെ കോടതിയിൽ ഒരുപാട് പുരാതികൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈസ നബിയെ രാജദ്രോഹിയായിക്കൊണ്ട് പ്രഖ്യാപിക്കാൻ പിലാത്തോസിനെ നിർബന്ധിക്കുകയും ചെയ്ത ഒരു സന്ദർഭം. ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കുകയും ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ഒരുപാട് വിഘ്നങ്ങൾ വരുത്തുകയും ചെയ്തവരാണ് വാസ്തവത്തിൽ ജൂതന്മാർ. അദ്ദേഹത്തിനെ കൊല്ലണമെന്നുള്ള ഗൂഢാലോചനയാണ് അവസാനം അവർ തീരുമാനിച്ചത്. കാരണം ഈസ നബി അലൈഹി ഇസ്ലാം ശാബത്ത് നാളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ യഹൂദരുടെ പള്ളികളിലെല്ലാം ചെന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കും. അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഇഞ്ചീലിൻ്റെ പവിത്രത ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. തൗറാത്തിൽ ജൂതന്മാർ കൈയിട്ട് കളങ്കപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കും. ഇത് യഹൂദ പുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിൻ്റെ നേരെയുള്ള അതിശക്തമായ ഒരു വെല്ലുവിളിയായിരുന്നു. ഇക്കാരണത്താൽ അദ്ദേഹത്തെ ആണിതറച്ച് ക്രൂശിച്ചു കൊല്ലണമെന്നും മൂസ നബിയുടെ ദീനിനെ അലങ്കോലപ്പെടുത്താൻ വന്ന മസീഹുൽ കദ്ദാബാണെന്നുമൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്. അവസാനം ഈസ നബിയെ കൊല്ലാനുള്ള എല്ലാ അനുമതിയും അന്നത്തെ ഭരണാധികാരിയായ പിലാത്തോസിൽ നിന്നും വാങ്ങി. പിലാത്തോസ് നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹം പാത്രം കൊണ്ടുവന്ന് വെള്ളത്തിൽ കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഞാനിതിനൊന്നും തന്നെ ഉത്തരവാദിയല്ലായ. അദ്ദേഹം ചെയ്തതൊരു വിഡ്ഢിത്തമായിരുന്നു. വെള്ളമെടുത്ത് അതുകൊണ്ട് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഞാനിതിനൊന്നും തന്നെ ഉത്തരവാദിയല്ലായ. അതേ സമയത്ത് ദൂത പുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തു അദ്ദേഹത്തെ അണിതറച്ച് ക്രൂശിച്ചു കൊല്ലാൻ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം സയ്യിദ് മലയുടെ താഴ്വാരയിൽ തൻ്റെ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ, ഖുർആൻ പറയുന്ന ഹവാരിയങ്ങൾ 10-12 പേരുണ്ടായിരുന്നു. മത്തായി, യോഹന്നാൻ തുടങ്ങിയ പ്രഗത്ഭന്മാരടങ്ങിയ 12ഓളം വരുന്ന പാവങ്ങളായ ദരിദ്രരായ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ ആകെയുണ്ടായിരുന്ന അനുയായികൾ അവർ തന്നെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇവരെയുമായിട്ട്
ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം സൈത്ത് മലയുടെ സമീപത്ത് ഒലിവ് മലയുടെ താഴ്വരയിൽ അവരെയും കൂട്ടി ഇരിക്കുന്ന അവസരത്തിൽ ഈസ നബിക്ക് അള്ളാഹു വഹി നൽകി കൊല്ലാനുള്ള ചില ഗൂഢാലോചനകളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അവരുടെ ഗൂഢാലോചന അള്ളാഹു പരാജയപ്പെടുത്തുമെന്നും അള്ളാഹു അവങ്കലേക്ക് അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ട് സംരക്ഷിക്കുമെന്നെല്ലാം ഉള്ള സന്തോഷ വാർത്ത ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയുണ്ടായി, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ എൻ്റെ ശേഷം നിങ്ങളിൽ ആരുണ്ട് തയ്യാർ? ഞാൻ എവിടുന്ന് പോയാലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഈ ദീൻ സംരക്ഷിക്കാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക? നിങ്ങൾ ആരൊക്കെയാണ് ഇതിന് തയ്യാറായത്? നഹ്നു അൻസാറുല്ലാഹ്, അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളാണ് എന്ന് മാത്രമല്ല അവർ പറഞ്ഞു ആമനന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ഫഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന വസ്തുത കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ. ഈസ നബി അലൈഹിസ്സലാം ഇവിടെ പ്രബോധനം ചെയ്തത് ഇസ്ലാമിനെയായിരുന്നു, അല്ലാതെ ഒരു പുതിയ മതമൊന്നുമല്ല. നസ്രാനി മതമെന്നും എന്നെല്ലാമുള്ള പേര് പിന്നീട് വന്നതാണ്. ഈസ നബിയുടെ നാടിൻ്റെ പേര് നസ്രത്ത് എന്നാണ്. നസ്രത്ത് പട്ടണക്കാരനായതുകൊണ്ട് ഈസ നബിയെ ജനങ്ങൾ വിളിച്ചു നസ്രായൻ എന്ന്. ഈസ നബിയുടെ പിന്നിൽ അണിനിരന്നവരെ പിൻകാലത്ത് നസ്രാനികൾ എന്ന് പറയുകയല്ലാതെ അതൊരു മതത്തിൻ്റെ ലേബലല്ല, ഒരു മതത്തിൻ്റെ അഡ്രസ്സല്ല, ഒരു മതത്തിന് വേണ്ടിയുള്ള വിളംബരവുമല്ല. നേരെ മറിച്ച് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ദീനും ഇസ്ലാമാണ്. അതുകൊണ്ടാണല്ലോ അനുയായികൾ പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം, മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന വസ്തുത കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ എന്ന് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാരായ ഹവാരിയങ്ങൾ പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഈസ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين وإذ قال عيسى ابن مريم മറിയമിൻ്റെ പുത്രനായി യേശു തൻ്റെ അനുയായികളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേല്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിശ്ചയം ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ്. ഇന്റർനാഷണൽ പ്രവാചകനല്ല. എൻ്റെ മതം ഇന്റർനാഷണൽ മതമല്ല, സാർവലൗകിക മതമല്ല. ഞാൻ ഇസ്രായേലിൽ മാത്രം പരിമിതമായ ഒരു ഡ്യൂട്ടിയുമായി വന്ന ആളാണ്. എൻ്റെ ദൗത്യം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് മാത്രമുള്ള പ്രവാചകനാണ്. എനിക്ക് ഡ്യൂട്ടി രണ്ടെണ്ണമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിനെ കൈവിട്ട് കളങ്കപ്പെടുത്തിയിരിക്കുന്നു മൂസ നബിയുടെ അനുയായികൾ. അതിനെ സത്യീകരിക്കുക, അതിലെ ഹലാൽ ഹറാം വ്യക്തമാക്കി കൊടുക്കുക. അതിന് അല്ലാഹു തആല എനിക്ക് ഇഞ്ചീലും നൽകിയിട്ടുണ്ട്. ഇതിലൂടെ സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കാനോ അതിനെ അംഗീകരിക്കാനോ സത്യീകരിക്കാനുമാണ് ഒരു ദൗത്യം. ആ ദൗത്യം ഞാനിതാ നിറവേറ്റിയിരിക്കുന്നു. രണ്ടാമത്തേത് എൻ്റെ ശേഷം അഹ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്. ഒരു പ്രവാചകൻ എൻ്റെ ശേഷം വരാൻ പോകുന്നു. പേര് അഹ്മദ് എന്നാണ്. അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാനിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിട്ടാണ് തൻ്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് പോകുകയും ജിബ്രായീൽ അലൈഹിസ്സലാം വന്ന വീട്ടിൻ്റെ മേൽഭാഗം തുറസാക്കുകയും ഉടനെ ഉപരിൽ ലോകത്തേക്ക് ഈസ നബി അലൈഹിസ്സലാമിനെ ഉയർത്തുകയും ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞു, ഞാൻ സാർവലൗകിക പ്രവാചകനല്ല. പക്ഷേ ക്രിസ്തു മതം ഇന്ന് അങ്ങനെയല്ല. അവർ സാർവലൗകികമായി കൊണ്ടാണ്
ഇവിടെ പ്രബോധനം നടത്തുന്നത്. ഇതാ വരാൻ പോകുന്നത് മുഹമ്മദ് നബി, അദ്ദേഹമാണ് സാർവലൗകിക പ്രവാചകൻ, ലോകത്തിനൊട്ടാകെയുള്ള പ്രവാചകൻ എന്ന് മാത്രമല്ല അത് വിശദീകരിക്കുന്ന ചില വിവരണങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ ബൈബിളിലും നിലകൊള്ളുന്നുണ്ട്. ബൈബിൾ 100 എണ്ണം ഉണ്ടായിരുന്നു നേരത്തെ, അല്ല 100-ൽ കൂടുതലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. വാസ്തവത്തിൽ പിന്നീട് ഇടക്കാലത്താണ് 4 എണ്ണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 ബൈബിളുകളും. അതിൽ തന്നെ അതെല്ലാം ഈ പേരിൽ അറിയപ്പെടുന്നത് ഈസാ നബിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ്. അവരെഴുതിയതാണ് അതെല്ലാം തന്നെ. എല്ലാം ഒരേ രൂപത്തിൽ ആയിട്ടല്ല, വ്യത്യസ്തമായ അങ്ങോട്ടും ഇങ്ങോട്ടോ പരസ്പരം വിമർശിക്കപ്പെടുന്ന രീതിയിലുള്ള വചനങ്ങളും ബൈബിളിൽ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഭാഷ അറാമിക് ഭാഷയാണ്. അറാമിക് ഭാഷ നിർജീവമായ ഭാഷയാണ്. സുറിയാനി എന്നൊക്കെ പറയും, ജനകീയമായ ഭാഷയല്ല, ജീവൻ ഭാഷയൊന്നുമല്ല. വാസ്തവത്തിൽ ജീവൻ ഭാഷയായിരുന്നുവെങ്കിൽ അമേരിക്കയിലെ ആധിപത്യത്തിലുള്ള ഐക്യരാഷ്ട്രസഭ അത് അംഗീകരിക്കേണ്ടിയിരുന്നു. UNO അംഗീകരിക്കാത്ത ഭാഷയിൽപ്പെട്ടതാണ് സുറിയാനിയും അബ്രാനിയും എല്ലാം തന്നെ, ഹിബ്രു ഭാഷയും അറാമിക് ഭാഷയും എല്ലാം തന്നെ. കാരണം അത് ജനകീയമല്ല, ജീവൻ ഭാഷയുമല്ല. ലോകത്തത് സാർവത്രികമായി നിലകൊള്ളുന്നില്ല, എല്ലാ മേഖലകളിലും അത് ഇടപെടുന്നില്ല. നേരെ മറിച്ച് അറബിയാണ് വാസ്തവത്തിൽ UNO അംഗീകരിച്ചിട്ടുള്ളത്. UNO അറബിയുടെ ആയിക്കൊണ്ടാണ് ഈ വരുന്ന 18-ാം തീയതി ആചരിക്കാൻ ഇന്റർനാഷണലായിക്കൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് മതം ക്രിസ്തുമതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം ബൈബിളിൻ്റെ ഭാഷയോ അറാമിക്. എന്നിട്ടും സെക്യൂരിറ്റി കൗൺസിലും ഐക്യരാഷ്ട്രസഭയുമെല്ലാം തന്നെ തങ്ങളുടെ പിടുത്തത്തിലായിട്ട് തങ്ങളുടെ മതഗ്രന്ഥത്തിൻ്റെ ഭാഷ അവിടെ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. അതേ സമയത്ത് അംഗീകരിക്കപ്പെട്ട ഭാഷകളിൽ ഒന്നാണ് അറബി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ബൈബിളിലെല്ലാം തന്നെ അവിടെയും ഇവിടെയും ചില സൂചനകൾ കാണാം. ഈ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിലെല്ലാം തന്നെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള വാചക കസരത്തുകളും നടത്തിയിട്ടുണ്ട് എന്നാണ്. കാരണം അതിൻ്റെ ഒറിജിനൽ ഭാഷയിലുള്ള കോപ്പി നിലവിലില്ല. പിന്നീടുള്ളതെല്ലാം പരിഭാഷകളാണ്, ട്രാൻസ്ലേഷനാണ് ഇന്ന് ലോകത്തിൻ്റെ മുന്നിലുള്ളത്. പരിഭാഷപ്പെടുത്തുമ്പോഴെല്ലാം തന്നെ പല മാറ്റങ്ങളും സംഭവിക്കാം. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലും ഈ ആവർത്തന പുസ്തകത്തിൽ, അതുപോലെ തന്നെ യോഹന്നാനിൽ അവസാനം വരുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച പ്രസ്താവനകൾ കാണാൻ കഴിയുന്നതാണ്. പ്രവാചകൻ വരുന്നതിനെ പറ്റി യേശു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പ്രഭു അതാ വരുന്നു. ന്യായപ്രമാണം എൻ്റെ വായിൽ നിന്ന് കേട്ടതുപോലെ നിങ്ങളെ കേൾപ്പിക്കുന്ന ഒരാൾ വരാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കണം. അദ്ദേഹം വരണമെങ്കിൽ ഞാനിവിടെ നിന്ന് പോകണം. ഞാനിവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ അദ്ദേഹം ഞാനിവിടുന്ന് പോയെങ്കിൽ മാത്രമേ അദ്ദേഹം വരത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഈ സത്യം മനസ്സിലാക്കിയ പലരും ഇസ്ലാമിൻ്റെ മലർവാടിയിലേക്ക് പിൽക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് പുരോഹിതന്മാരിലുണ്ടായിരുന്നു, ചിന്തകന്മാരിലുണ്ടായിരുന്നു, പലരിലും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ നബിയെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഒരു മിനിറ്റ് പോലും പിന്നീട് തങ്ങളുടെ മതത്തിൽ അവർക്ക് നിലകൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനൊരു ചെറിയ സംഭവം വിവരിക്കാം. എലിസബത്ത് രാജ്ഞിയുടെ കുടുംബത്തിൽ ഒരു കുട്ടി വളർന്നു. വില്യം പേര്, പിതാവിൻ്റെ പേര് പിക്താൾ. പിക്താൾ കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള രാജകീയമായ കൊട്ടാരത്തിലെ പുരോഹിതൻ, ഫാദറാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ മകനാണ് വില്യം. അപ്പം ബ്രിട്ടൻ്റെ രാജകീയ പദവിയിലുള്ള ഒരു പുരോഹിതൻ്റെ മകൻ അദ്ദേഹമാണ് വില്യം. അങ്ങനെ
വില്യം നല്ല എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. 18 ഭാഷയിൽ പ്രാവീണ്യം നേടി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ചെറുകഥയാണ്. നല്ല ചെറുകഥകളും എഴുതും. ഇത് പത്രക്കാർക്ക് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥ ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ സർക്കുലേഷൻ അത് വർദ്ധിക്കും. ആളുകൾ അത് തേടിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് പത്രക്കാരും അവരുടെ അധിപന്മാരുമെല്ലാം തന്നെ നിത്യവും രാവിലെ പിത്താളിൻ്റെ പരയിൽ വന്നുകൊണ്ട് അവിടെ കാത്തിരിക്കുക പതിവാണ്. മകനോട് ഒരു ചെറിയ ചെറുകഥ അല്ലെങ്കിൽ തുടർക്കഥ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലർക്കും കൊടുക്കും. അങ്ങനെ 10-25 വയസ്സ് വരെ ഈ വില്യം ഈ എഴുത്തിനായി മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ, സാഹിത്യം ഒരുപാട് അവാർഡുകൾ നേടി. ഇതെല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കുടുംബം ഇരിക്കുന്നു. അച്ഛൻ പിത്താൻ മകൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, മോനെ, നീ ഇത്ര വലിയ സാഹിത്യകാരനായിട്ട് എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ ഇംഗ്ലണ്ടിൽ നിനക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി, പുരസ്കാരം ലഭിച്ചു, ഞാൻ അതിലൊന്നും വലിയ മതിപ്പ് കാണുന്നില്ല. അപ്പോൾ മകൻ ചോദിക്കുന്നു, പിതാവേ, നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് താല്പര്യം? ഞാൻ ആരാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബവകയുള്ള ഈ ചർച്ചിൽ, നമ്മുടെ കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള ഈ ചർച്ചിലെ പുരോഹിതനാണ് ഞാൻ പ്രായമായി. നീ അവിടുത്തെ എൻ്റെ പിൻഗാമിയായി ഒരു പുരോഹിതനാവേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കയ്യിൽ ഹോലയും ബൈബിളും മറുകയ്യിൽ കുരിശും പിടിച്ചു നിന്നുകൊണ്ട് ഞായറാഴ്ച ദിവസം സൺഡേ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഭക്തന്മാരെ സ്വീകരിക്കാനും ആശീർവദിക്കാനും കുമ്പസാരിക്കാനും എല്ലാം തന്നെ നീ ഉണ്ടാവണം. ഇതാണ് എൻ്റെ വലിയ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ മകൻ അച്ഛനോട് ചോദിക്കുന്നു, അച്ഛ, ഞാനതിൻ്റെ വേദം പഠിച്ചിട്ടില്ലല്ലോ, വേദശാസ്ത്രവും എനിക്കതില്ല. ഒരു പുരോഹിതനാവേണമെങ്കിൽ ഞാൻ വേദം പഠിക്കണ്ടേ, വേദശാസ്ത്രം പഠിക്കണ്ടേ? ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒരു പുരോഹിതനാവാൻ കഴിയുക? നിനക്ക് പ്രായം 25 ആയിട്ടുള്ളൂ. നിനക്ക് ഇനിയും വേദം പഠിക്കാം. വേദപാഠശാലകൾ ഇവിടെയുണ്ട്, അവിടെ നിന്നെ ഞാൻ ചേർക്കാം. നീ പഠിക്കാൻ താല്പര്യമുള്ളവനാണോ ഞാൻ പഠിക്കാം. അങ്ങനെ വേദപാഠശാലയിൽ വില്യമിനെ കൊണ്ടുപോയി ചേർത്തു. വില്യം പഠിച്ചു 5 കൊല്ലത്തെ കോഴ്സ്. ഏതാണ്ട് 30ാമത്തെ വയസ്സിൽ വേദങ്ങളെല്ലാം ശരിച്ചു പഠിച്ചു. വേദകർമ്മങ്ങളെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുണ്ടായി. പക്ഷേ ഒന്നു മാത്രം അറിയില്ല, വേദത്തിൻ്റെ ഭാഷയിലാണ് പ്രാർത്ഥനകളെല്ലാം. സാധാരണ ഞായറാഴ്ച ദിവസം പള്ളിയിൽ വെച്ച് നടക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഈ അറാമിക് ഭാഷയിലാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ല, അറാമിക് ഭാഷയിൽ. അറാമിക് ഭാഷ പഠിക്കണം. പക്ഷേ അറാമിക് ഭാഷ ശരിയാവണ്ണം പഠിക്കണമെങ്കിൽ റോമിൽ പോകണം. റോമിലാണ് ഇതിൻ്റെ എല്ലാ സെറ്റപ്പുകളും ഉള്ളത്. ഉടനെ തന്നെ മകൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് അറാമിക് ഭാഷയിൽ കൂടി ഒന്ന് പഠിക്കണം. ഉടനെ തന്നെ അവന് കോഴ്സ് കഴിഞ്ഞപ്പോൾ റോമിലേക്ക് പറഞ്ഞയച്ചു. അവിടെ മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ നല്ല പരിശീലനം കിട്ടി. ഭാഷാ പഠനത്തിന് നന്നായി കൊണ്ടിട്ട് അറാമിക് ഭാഷയും പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു ദിവസം ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പിതാവ് മകനോട് പറഞ്ഞു, മകനെ, വില്യം അടുത്ത ഞായറാഴ്ച നിനക്ക് പാതിരിപ്പട്ടം നൽകാൻ, നിന്നെ ഈ ചർച്ചിൻ്റെ പുരോഹിതനാക്കാൻ, ഫാദറാക്കാൻ അവിടുന്ന് ഒരു റോമിൽ നിന്നൊരു പത്രിയാക്കീസിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു തരാമെന്ന് നമ്മുടെ റബ്ബി അറിയിച്ചിരിക്കുന്നു. റബ്ബി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ അറിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച അവിടുന്ന് ഒരു പത്രിയാക്കീസ് ഇവിടെ വരും. സദസ്സിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്റെ തലയിൽ പാതിരിപ്പട്ടം ചാർത്തും. നീ ഇനി ഫാദറാവാൻ പോവുകയാണ്. ഈ ചർച്ചിൻ്റെ മേധാവി മോനാണ് എന്ന് പറഞ്ഞപ്പോൾ വില്യം പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വളരെ വിനയത്തിൽ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് മറ്റൊന്നുമല്ല, എൻ്റെ പേരൊന്ന് മാറ്റണം. എൻ്റെ വില്യം എന്ന പേര് മാറ്റണം. ഇതിനേക്കാൾ മേത്തരം ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ പേര് ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്.
പിതാവ് ചോദിച്ചു, നമ്മുടെ രാജകുടുംബത്തിൽപ്പെട്ട പേരല്ലേ നിനക്കുള്ളത്? പെട്ടെന്ന് നിന്റെ പേര് മാറ്റിയാൽ അത് നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൻ്റെ വിജയമാവേണ്ടി വരും. നിന്റെ ഡിഗ്രിയെയും നിന്റെ സർട്ടിഫിക്കറ്റിനെയും അത് ബാധിക്കും. പെട്ടെന്ന് പേര് മാറ്റാൻ നിയമത്തിൻ്റെ ഊരാക്കുടുക്കുകൊണ്ട് കുറേ വിഷമമുണ്ടാകും. വേണമെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് നിന്റെ പേര് മാറ്റാം. ഇല്ല, ഇപ്പോൾ തന്നെ മാറ്റണം. നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾ ചോദിച്ചു, വില്യം, നീ എന്താ ഈ വില്യം എന്ന പേരിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് നീ കണ്ടുവച്ചത്? നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് കണ്ടുവച്ചത്? ഞാനത് പറയട്ടെയോ? അവർ പറഞ്ഞു, പറയണം എന്ന്. കുടുംബാംഗങ്ങളിൽ പ്രധാനിയായ പിതാവ് പറഞ്ഞു, നീ ഇഷ്ടപ്പെട്ട പേര് പറയൂ എന്ന്. ഉടനെ തന്നെ വില്യം പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് എന്ന്. ഈ മുഹമ്മദ് ആരാണെന്നോ? ലോകത്ത് 24 മണിക്കൂറും മനുഷ്യരാശി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബിയുടെ പേരാണത്. ആ മുഹമ്മദ് നബിയുടെ അനുയായിയായി മാറിയിട്ടുണ്ട് ഞാൻ ബൈബിൾ പഠിക്കുന്നതിലൂടെ ഖുർആനാണ് ഞാൻ മനസ്സിലാക്കിയത്. ബൈബിളിലൂടെ ഈസാ നബിയെ മനസ്സിലാക്കിയ ഞാൻ മഹാനായ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി ഒരു മിനിറ്റ് പോലും താമസമില്ല, ഞാൻ മുഹമ്മദാണ് എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. പരമ്പരാഗതമായ ഒരു കുടുംബം, അതും പ്രൗഢിയുള്ള ഒരു കുടുംബം, ഒരു രാജകീയ കുടുംബം. ആ കുടുംബത്തിലെ ഒരു ചുറുചുറുക്കുള്ള ചുണക്കുട്ടി പറയുന്നു, ഞാൻ ഇന്നു മുതൽ മുഹമ്മദാണെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? ക്ലസ്റ്റർ ബോംബ് പൊട്ടുന്നതിനേക്കാളുള്ള വിപ്ലവമല്ലേ, അല്ലെങ്കിൽ സ്ഫോടനമല്ലേ അവിടെ നടക്കുക? പിതാവും കുടുംബക്കാരും ഒന്നായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു. അദ്ദേഹം വേഗം തന്നെ വീട്ടിൻ്റെ പുറത്തായി. വീട്ടിൻ്റെ പുറത്തുണ്ട്. അതോടുകൂടി വീട് അദ്ദേഹത്തിൻ്റെ ബഹിഷ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസരമായി തീർന്നു. അദ്ദേഹം നേരെ പോയത് സൗദി അറേബ്യയിലേക്ക്. സൗദി അറേബ്യയിൽ ചെന്ന അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയുമായി കൊണ്ട് കൂടിക്കാഴ്ചയ്ക്ക് എന്ന സാധ്യതയുണ്ടായി. അദ്ദേഹം ഒരു ബ്രിട്ടനിലെ നവമുസ്ലിമാണെന്നും എലിസബത്ത് രാജ്ഞിയുടെ കുടുംബാംഗമാണെന്നും അറിഞ്ഞപ്പോൾ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഭരണാധികാരിയുടെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം ഭരണാധികാരിയോട് പറഞ്ഞു, ഞാനൊരു നവമുസ്ലിമാണ്. എൻ്റെ പേര് നേരത്തെ വില്യം എന്നായിരുന്നു, ഇപ്പോൾ മുഹമ്മദ് എന്ന പേര് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് ഇസ്ലാമിനെ പറ്റി കൂടുതലൊന്നും തന്നെ അറിയില്ല. ഞാൻ ഇംഗ്ലീഷിലൂടെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ എനിക്കറിയേണ്ടത് ഇസ്ലാമിൻ്റെ മൗലിക ഭാഷയായ ഖുർആനിൻ്റെ മൗലിക ഭാഷയായ അറബിയിൽ കൂടി അറിയണം. അറബി നന്നായിട്ട് എനിക്ക് പഠിക്കണം. പ്രവാചകനെ അതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കണം. പ്രവാചകന്റെ തിരുവചനങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ അറബി ഭാഷയിൽ കൂടെ തന്നെ എനിക്ക് പഠിക്കണമെന്ന് അതിനുള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കി തരണം. നിങ്ങളോടൊരു സാമ്പത്തികമായ ആവശ്യത്തിനല്ല ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ മുസ്ലിങ്ങളാകുമ്പോൾ അങ്ങനെയാണ് വരാൻ. പക്ഷേ ഞാൻ വരുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ സാമ്പത്തികമായി എന്നെ സഹായിക്കണമെന്നതല്ല, എനിക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ടാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മുൽ ഖുർആൻ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുള്ളതാണ്. ഉമ്മുൽ ഖുർആൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറേ പഠിക്കട്ടെ. യൂണിവേഴ്സിറ്റിയല്ലേ, സെക്കൻഡറി പ്രാഥമിക പഠനം കഴിയണം, സെക്കൻഡറി പഠനം കഴിയണം. എന്നിട്ടല്ലേ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരാൾക്ക് കിടക്കാൻ കഴിയുക. പക്ഷേ നിയമത്തിൻ്റെ കടമ്പകളെല്ലാം മാറ്റിക്കൊണ്ട് ഉമ്മുൽ ഖുർആൻ യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദിൻ്റെ അഡ്മിഷൻ കിട്ടി. 10 കൊല്ലം അവിടെ പഠിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ മുസ്ലിം ലോകത്ത് ഖുർആനിൻ്റെ ഒരു മുഫസ്സിറായി കൊണ്ടാണ് ഖുർആനിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സമ്പൂർണ്ണ തഫ്സീർ അദ്ദേഹം എഴുതുകയുണ്ടായി. ലോകത്തിന് ഇംഗ്ലീഷുകാർക്ക് ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തഫ്സീറാണ് പഠനകാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ഏറ്റവും അഭിരുചിയുള്ള വിഷയമോ തഫ്സീർ തന്നെയായിരുന്നു. ആ തഫ്സീറുമായിട്ടാണ് അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. പക്ഷേ ഒരു പ്രസ്സുകാരും അത് പ്രിന്റ് ചെയ്യാൻ തയ്യാറായില്ല. പ്രിന്റ് ചെയ്താൽ
അവരുടെ പ്രസിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന ഗവൺമെന്റ് ഉത്തരവ് കൊണ്ട് ആരും അതിന് തയ്യാറായില്ല. അദ്ദേഹം നേരെ വന്നത് നമ്മുടെ ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ അന്ന് ഇന്ത്യ ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഹൈദരാബാദ് പോലെയുള്ള നാട്ടുരാജ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്നിട്ടില്ല. ആ സമയത്താണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് അദ്ദേഹം നിസാം മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി ചെന്നു. ഇന്ത്യയിലെ ഏറ്റവും കോടീശ്വരന്മാരിൽ ഒരാളാണ് നിസാം രാജാവ്. അദ്ദേഹത്തിൻ്റെ അരികെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല. ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടു കൂടിയിട്ട് നിസാമിനോട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, ഞാനിന്നൊരു ഫക്കീറാണ്, ഞാനിന്നൊരു മിസ്കീനാണ്. ഞാനിപ്പോൾ കോട്ടും ഷൂട്ടുമെല്ലാം എനിക്കുണ്ടെങ്കിലും കോട്ടിൻ്റെ കീശ കാലിയാണ് മഹാരാജാവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഖജനാവിൽ സ്വർണ്ണക്കട്ടികളും രത്നക്കല്ലുകളുമെല്ലാം ഉണ്ട്. നിങ്ങൾ കോടീശ്വരനാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ നിങ്ങളൊരു രാജാവായതുപോലെ ഞാനും ഒരു രാജകുടുംബത്തിൽ പിറന്നവനാണ്. പക്ഷേ രാജകുടുംബത്തിൽ പിറന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഫക്കീറായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് മഹാനായ മുഹമ്മദ് നബിയെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയുടെ പേരാണ് ഞാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. ഞാൻ ഖുർആനിൻ്റെ ഇംഗ്ലീഷിൽ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിസാം വലിയ ദേശക്കാരനാണ്. അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിച്ചു, നിങ്ങളൊരു സാഹിബ്. കാരണം അന്ന് അദ്ദേഹം ക്ലീൻ ഷേവായിരുന്നു. ഈ വില്യം എന്ന നവമുസ്ലിം മുഹമ്മദ് അദ്ദേഹം പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം ഈ ക്ലീൻ ഷേവായിരുന്നു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഹാറ്റാണ് ധരിച്ചത്. പാൻറ്റും ഷൂട്ടും ടൈയുമായിട്ട് ഇംഗ്ലണ്ടിലെ അതേ വസ്ത്രധാരണത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സായിപ്പ്, നിങ്ങളൊരു വള്ളക്കാരൻ, നിങ്ങൾ ഖുർആനിന് ഒരു വിവരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഞാനത് പണ്ഡിതന്മാരെ കാണിക്കട്ടെ, അവരതൊന്ന് പരിശോധന നടത്തട്ടെ, അതിൻ്റെ ശേഷമല്ലാതെ ഞാനത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിദ്യാൻ പറഞ്ഞു, ഈ നവമുസ്ലിം പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ അതാവാം എന്ന്. ഞാൻ എഴുതിക്കൊണ്ടുവന്ന കോപ്പിയെല്ലാം തന്നെ ഷൂക്കേസിലിട്ട് ഒന്നായി നിങ്ങളെ ഏൽപ്പിക്കാമെന്ന്. ഉടനെ തന്നെ നിസാം രാജാവ് അത് വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെയും നിസാമിയ കോളേജിലെയും സർവകലാശാലയിലെയും പണ്ഡിതന്മാരടങ്ങിയ വലിയൊരു അക്കാഡമിക് കൗൺസിൽ അദ്ദേഹം രൂപീകരിച്ചു. ആ അക്കാഡമിക് കൗൺസിലിൻ്റെ മുമ്പിൽ ഇത് വെച്ചു. അവരെ കൊണ്ട് പരിശോധന നടത്തിച്ചു. 2 കൊല്ലം പരിശോധന നടത്തിയതിനു ശേഷം അവർ അതിൻ്റെ മുകളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഞങ്ങളിതിൽ ഇതുവരെയും പരിശോധന നടത്തിയിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലോ സലഫു സാലിഹീങ്ങളുടെ വീക്ഷണങ്ങൾക്കോ വിപരീതമായി പ്രഥമ ദൃഷ്ടിയ ഒന്നും ഇതുവരെ കാണാത്തത് കൊണ്ട് ഗവൺമെന്റിന് അത് അച്ചടിക്കുന്നതിൽ മുദ്രണം ചെയ്യുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്ന്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ദായിറത്തുൽ മആരിഫ് എന്ന് പറയുന്ന ഗവൺമെന്റ് പ്രസിൽ വെച്ചുകൊണ്ടിട്ട് സൗജന്യമായി അത് അച്ചടിക്കാൻ നിസാം രാജാവ് ഉത്തരവിടുകയും ചെയ്തു. അത് അച്ചടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വില്യം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം ഹൈദരാബാദിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, 1000 കോപ്പി അടിച്ചാൽ മതി, അതിൽ 500 കോപ്പി നിങ്ങൾക്ക് ഉപയോഗിക്കാം, 500 കോപ്പി എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ തരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അതും നിസാം രാജാവ് സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് ലോക പ്രശസ്തമായ എല്ലാ ജുഡീഷ്യറിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലുമെല്ലാം ഖുർആനിക വിഷയങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ജഡ്ജിമാർ നോക്കുന്നത് ഈ ഗ്രന്ഥമാണ്. ഇത് എഴുതിയ വലിയ പണ്ഡിതൻ വാസ്തവത്തിൽ ഒരു സുപ്രഭാതത്തിൽ നബിയെ പറ്റി മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കാലിൽ മേൽ വരിഞ്ഞു കെട്ടിയ പാരമ്പര്യത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ മലർവാടിയിലേക്ക് വന്നു. നബിയോടുള്ള സ്നേഹം നബിയെ അദ്ദേഹം മനസ്സിലാക്കി. ഒന്നുകിലധികം ബൈബിളിൽ കൂടെയും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. വാസ്തവത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ എത്രയെത്ര ചിന്തകന്മാർ, എത്രയെത്ര ബുദ്ധിജീവികൾ വാസ്തവത്തിൽ നബിയെ മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു നിമിഷം പോലും വൈകാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. ജനിക്കുമ്പോൾ തന്നെ നാം കേട്ടത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേട്ടവരാണ്.
ഇനി നമുക്ക് വേണ്ടത് ആ പ്രവാചകനോടുള്ള സ്നേഹം. കാരണം പ്രവാചകൻ നാം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി സ്നേഹിച്ചാണ്. പ്രവാചകന്റെ ദൗത്യം തന്നെ സ്നേഹം, സഹനം. സ്നേഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക. ഈ മഹിതമായ ആശയമാണ് പ്രവാചകൻ ഉയർത്തിക്കാണിച്ചത്. പ്രവാചകന്റെ പ്രബോധനത്തിലും ദൗത്യത്തിലുമെല്ലാം തന്നെ ഈ സ്നേഹം പരന്നു കിടക്കുകയാണ്. തൻ്റെ ഉമ്മത്തിനെ, തൻ്റെ അനുയായികളെ, എതിരാളികളെ പ്രവാചകൻ സ്നേഹിച്ചു. ആ സ്നേഹത്തിലൂടെ പ്രവാചകൻ കീഴടക്കുകയുണ്ടായി. അവരുടെ മനസ്സിനെ നബി ഫത്ഹാക്കി. ഒരു കൊമ്പന്മാരും ഗജമുഖിനികളുമായ ഖുറൈശികളിലെ 18 പയറ്റിയ പലരും നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ നബിയുടെ സ്വഭാവ വൈശിഷ്ട്യം, നബിയുടെ സഹനം, നബിയുടെ സ്നേഹസമൃദ്ധമായ തലോടൽ ഇതുകൊണ്ടാണ്. നീ കടുത്ത സ്വഭാവക്കാരനാണെങ്കിൽ, കരുകടുത്ത സ്വഭാവക്കാരനാണെങ്കിൽ നിന്റെ ഈ ജനങ്ങളൊന്നും നിന്റെ സമീപത്തുണ്ടാവുകയില്ല, അവരെല്ലാം നിന്നിൽ നകന്നു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നീ അവരോട് വളരെ മൃദുലമായി സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത് എന്ന് വാസ്തവത്തിൽ നബി ഈ സമുദായത്തോട് സ്നേഹമാണ് കയ്യെ നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ തായിഫിൽ പോയവരുണ്ടായിരിക്കാം. പക്ഷേ തായിഫ് എത്ര മനോഹരമായ ടൗണാണത്, എത്ര സുന്ദരമായ ടൗണാണത്. വാസ്തവത്തിൽ അവിടെ കമ്പനികളുണ്ട്, ഫാക്ടറികളുണ്ട്, പലതരത്തിലുള്ള ഉത്പാദന കേന്ദ്രങ്ങളുമുണ്ട്. നല്ല ബിസിനസ്സുകാരുണ്ട്, നല്ല ബിസിനസ് നടത്തുന്നു. വളരെ മനോഹരമായ കെട്ടിടങ്ങൾ. മലേഷ്യക്കാർ, സിംഗപ്പൂർകാർ, യൂറോപ്പുകാർ, അമേരിക്കക്കാർ, ഇന്ത്യക്കാർ, കേരളക്കാർ, തമിഴർ എല്ലാം തന്നെയുണ്ട്. പക്ഷേ അന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് 2 പർവ്വതത്തിനിടയിൽ ഈ നാട് നശിപ്പിക്കട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് തായിഫിന്റെ സ്ഥിതി? തായിഫിലേക്ക് നമ്മുടെ സഹോദരന്മാർക്ക് പോകാൻ കഴിയുമോ? തായിഫ് അനുഗ്രഹത്തിന്റെ കേന്ദ്രമായി നമുക്ക് കാണാൻ കഴിയുമോ? പ്രവാചകൻ അത് പറഞ്ഞില്ലല്ലോ. കണ്ണീരിൽ കുതിർന്ന ഏറ്റവും വേദനിക്കുന്ന രംഗം തൻ്റെ പ്രബോധന കാലത്ത് താൻ അനുഭവിച്ചത് കൊണ്ട് വഹദിനോളം നബിയെ വേദനിപ്പിച്ച, കണ്ണീർ കുടിപ്പിച്ച ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല, ചരിത്രത്തിൽ വായിക്കാൻ കഴിയില്ല. കാരണം തൻ്റെ പ്രിയപ്പെട്ട താങ്ങും തണലുമായ അബൂ താലിബ് മരണപ്പെട്ടു. അബൂ താലിബിനെ തുടർന്നുകൊണ്ട് തനിക്കൊരു വലിയ സംരക്ഷണം ഉണ്ടായത് തൻ്റെ സഹധർമ്മിണിയായ ഖദീജ ബീവിയാണ്. ഖദീജ മക്കായിലെ റാണി, മക്കായിലെ രാജ്ഞി, വർത്തക പ്രമാണിനി. ഖദീജയുമായി കൊണ്ടുള്ള വിവാഹത്തിലൂടെ സാമ്പത്തികമായി ഒരു നല്ല നിലയിൽ നബി എത്തുന്നു. അതിനിടയിൽ 40ാമത്തെ വയസ്സിൽ നബിക്ക് നുബുവത്ത് ലഭിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് നബിയുടെ കയ്യിലുണ്ടായിരുന്ന ഭണ്ഡാര സമ്പൽ സമൃദ്ധിയിൽ നീരാട്ടം നടത്തുന്നവരെല്ലാം നബിക്കെതിരായിരുന്നു, ശത്രുക്കളായിരുന്നു. നബിയുടെ കൂടെ കൂടിയവരെല്ലാം ദരിദ്രന്മാരായിരുന്നു, പാവങ്ങളായിരുന്നു. വാസ്തവത്തിൽ ഇവിടെ സാമ്പത്തികമായി നബിയെ നിലനിർത്തിയത് ഖദീജ ബീവിയുടെ സമ്പത്തായിരുന്നു, ഖദീജ ബീവിയുടെ വരുമാനമായിരുന്നു. ബിസിനസ് രംഗത്തുള്ള ഖദീജയുടെ സമ്പത്ത് മുഴുവനും തന്നെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി അത് തിരിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഖദീജ ബീവിയും വഫാത്തായി. ഇപ്പോൾ നബിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അതൊരു വലിയ വെല്ലുവിളിയുടെ മുന്നിലാണുള്ളത്. ഖുറൈശികൾ സന്തുഷ്ടരായിരിക്കുന്നു. അബൂ താലിബ് കിരീടം ധരിക്കാത്ത രാജാവ്, അദ്ദേഹത്തിൻ്റെ തലയിൽ കിരീടമില്ലെന്നേ ഉള്ളൂ. നല്ല ആജ്ഞാശക്തിയുള്ള നേതാവാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ജനങ്ങൾ അതനുസരിക്കും. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിലും ധീരനാണ് അബൂ താലിബ്. ആ ധൈര്യവാനാണ് അബൂ താലിബ്. നബിയർക്ക് എല്ലാ പ്രോത്സാഹനവും അബൂ താലിബ് നൽകിയിരുന്നു. അല്ല മുഹമ്മദ്, എൻ്റെ ജീവൻ നിലനിൽക്കുന്ന കാലത്ത് നിന്നെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ അബൂ താലിബിന് കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള അബൂ താലിബ് മരണപ്പെട്ടു. തുടർന്ന് ഖദീജയും മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ പ്രയാസത്തിലായി. ആ സമയത്താണ് നബി ഓർക്കുന്നത്, ഒന്ന് തായിഫ് വരെ പോകാമല്ലോ. തായിഫ് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം,
നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലം 50 നാഴിക കിഴക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഉയർന്ന സ്ഥലമാണ് വാസ്തവത്തിൽ തായിഫ്. അവിടെ സമൃദ്ധിയായ മഴ പെയ്യും, കൃഷിയും തോട്ടവുമെല്ലാം അവിടെയാണ്. ഹരിതമയമായ അന്തരീക്ഷം, മക്കക്കാരുടെ സുഖവാസ കേന്ദ്രം. ഖുറൈശികൾ നല്ല കച്ചവടക്കാരാണ്, പക്ഷേ അവർക്ക് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം തായിഫിലാണ്. എല്ലാ കൃഷിയിടങ്ങളും തായിഫിലാണ്. തായിഫ് പച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇടയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, സുഖിക്കാൻ ചൂട് കൂടുതലുണ്ടാകുമ്പോൾ പോകുന്ന സ്ഥലം എല്ലാം തന്നെ തായിഫാണ്. അവിടെയുള്ള നാട്ടുകാരാണെങ്കിലോ സഖീഫ് ഗോത്രക്കാർ, അവർ നല്ല സമ്പന്നന്മാരാണ്. അവരുമായി കൊണ്ട് മക്കൾക്ക് വലിയ ബന്ധങ്ങളുമുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ പോറ്റുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അതാ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചുരം കയറി 50 കിലോ ഉയരത്തിലുള്ള ആ തായിഫിൽ നബി എത്തിയിട്ട് ഖുറൈശി സഖീഫ് ഗോത്രക്കാരിൽ പെട്ട ചില പ്രമുഖരെ കണ്ടു. അവരെ വിളിച്ചു. അവരെല്ലാവരും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി. നബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, പടച്ചവനേകനാണ്. നിങ്ങളിവിടെ ആരാധിക്കുന്ന ലാത്തയില്ലേ, ആ ലാത്ത ഒരിക്കലും ഇലാഹല്ല, അള്ളാഹുവാണ് റബ്ബ് എന്ന് തൗഹീദ് അവരെ പഠിപ്പിച്ചപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, മുഹമ്മദ് നീ പ്രവാചകനാണോ? അതേ, പ്രവാചകനാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നബിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദായ നിന്നെയല്ലാതെ പടച്ചവന്റെ പ്രവാചകനായി വേറെ ആരെയും കിട്ടിയില്ല, നിന്നെ മാത്രമാണോ കിട്ടിയതെന്ന് ചോദിച്ച് പുച്ഛിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവഹേളിച്ചു. അങ്ങാടി പിള്ളേരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ അവിടെ നാട്ടിയോടിക്കുകയെന്ന്. അവർ നല്ല കൂർത്ത കല്ലുകളെടുത്ത് നബി എറിഞ്ഞു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പരിഹാസവും കേട്ടുകൊണ്ട് ഓടുകയുണ്ടായി. 10 ദിവസമാണ് തായിഫിൽ ഇങ്ങനെ ചുറ്റിയത്. സാധാരണ അറബികൾക്ക് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അവർ ആതിഥ്യ മര്യാദയുള്ളവരാണ്. വിരുന്നുകാരെ നന്നായി സഹകരിക്കും. അതാരായിരുന്നാലും പ്രവാചകൻ തായിഫിൽ വന്നപ്പോൾ ഈ ആതിഥ്യ മര്യാദ വാസ്തവത്തിൽ സഖീഫ് ഗോത്രക്കാരെ കാണിച്ചില്ല. കുടിക്കാനുള്ള വെള്ളം പോലും പ്രവാചകന് കൊടുത്തില്ല. എന്തുമാത്രം വേദന! ദീനിന്റെ സന്ദേശവുമായി കൊണ്ട് നടന്ന പ്രവാചകൻ അവസാനം ശരീരം മുഴുവനും തന്നെ വ്രണിതമായി ചോര ഒലിച്ചിട്ട് ഒരു ഈത്തപ്പന തോട്ടത്തിൻ്റെ തണലിൽ ചെന്ന് ഇരിക്കാൻ നിർബന്ധിതനായി. സെയ്ദ് കൂടെയുണ്ടായിരുന്നു. സെയ്ദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവാല കൊണ്ട് ശരീരത്തിൽ നിന്നും വരുന്ന ചോരകളെല്ലാം തുടച്ചു കൊടുക്കുന്നു. തിരുമേനി ആ സമയത്ത് കൈയുയർത്തിക്കൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഷ്കു ദുഅഫ ഖുവ്വതി വഖില്ലത ഹീരതി. പടച്ചവനെ, എൻ്റെ ബലഹീനത ഞാൻ നിന്നോട് അന്യായം പറയുന്നു. എൻ്റെ ബലഹീനതയെ നിന്റെ മുമ്പിൽ ഞാൻ വളരെ വേദനയോടുകൂടി സമർപ്പിക്കുന്നു. എനിക്ക് തന്ത്രമൊന്നും അറിയില്ല റബ്ബേ, എന്നെ ആരിലേക്കാണ് നീ ഏൽപ്പിച്ചിട്ടുള്ളത്? ഏതായിരുന്നാലും നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ളതല്ല എന്ന് കൈ ഉയർത്തിക്കൊണ്ട് നബി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അവിടെ ആ തോട്ടം റബീയത്തിൻ്റെ തോട്ടമായിരുന്നു. റബീയത്ത് മക്കായിലെ വലിയ മുതലാളിയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ആ തോട്ടത്തിൽ പണിയെടുപ്പിക്കുകയാണ്. ഋതുബത്തും ഷൈബത്തും യുവാക്കളാണ്. അന്ന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. അവർ 2 പേരും അവിടെ അദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് മുന്തിരിയുടെ വള്ളികൾ വിൽക്കുകയായിരുന്നു. നല്ല ഫ്രഷ് മുന്തിരിങ്ങ, അങ്ങനെ ഇടുന്ന മുന്തിരിങ്ങ വിളഞ്ഞ സമയമാണത്. എല്ലാം തന്നെ മുന്തിരിങ്ങ ഇട്ടുകൊടുക്കുന്നു, ഇടുന്നു. ഈ സമയത്താണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോട്ടത്തിൻ്റെ സൈഡിൽ ചുമരിൻ്റെ തണലിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ആ 2 ചെറുപ്പക്കാർക്ക് നബിയുടെ നേരെ നോക്കി അലിവ് തോന്നിയപ്പോൾ ആ ഋതുബത്തും ഷൈബത്തും അദാസ് എന്ന തൊഴിലാളിയെ വിളിച്ചു. അതിനോട് പറഞ്ഞു, കണ്ട ഒരു പാവം മനുഷ്യൻ, വളരെ ദാഹമുണ്ടെന്ന് തോന്നുന്നു, വിശപ്പുണ്ടെന്ന് തോന്നുന്നു, ശരീരത്തിൽ നിന്നും ചോര ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ മുറിച്ചിട്ട് ഈ മുന്തിരിയുടെ കൊലയിൽ അതൊരു പ്ലേറ്റിൽ വെക്കും, എന്നിട്ട് പ്ലേറ്റിൽ വെച്ച് ആ പാവത്തിന് കൊണ്ടുപോയി കൊടുക്കുകയും. ഈ അനസ് എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരൻ ഉടനെ തന്നെ പ്ലേറ്റിലെടുത്ത് മുന്തിരി നിറയെ വെച്ചുകൊണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് നബിയുടെ മുന്നിൽ വെച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രണ്ട് ചെറുപ്പക്കാർ നൽകിയതാണത്. അദാസ് എന്ന തൊഴിലാളി പറയുകയും ചെയ്തപ്പോൾ പ്രവാചകൻ വേഗം തന്നെ ആ മുന്തിരി വിശപ്പിന്റെ ഉഗ്രത കൊണ്ടെടുത്ത് വായിലിടുന്നു. ദാഹം വളരെ കൂടുതലുണ്ടായിരുന്നു. മുന്തിരി ഓരോന്നും എടുത്തുകൊണ്ടിട്ട് നബി മൂങ്ങുന്നു. ആ സമയത്ത് നബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വായിലേക്ക് ഇട്ടത്. ഇത് കേട്ടപ്പോൾ ക്രിസ്തീയ സഹോദരൻ അദാസ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ പറയുന്നത്? ഈ നാട്ടുകാരൊന്നും ഇത് പറയുന്നില്ലല്ലോ. തായിഫിലുള്ളവരും പറയാറില്ല, മക്കത്തുള്ളവരും പറയാറില്ല. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ മക്കയിലുള്ള ആളാണ്. ഇതിവിടെ ആരും പറയാറില്ലല്ലോ. അപ്പോൾ നബി ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്? ഞാൻ നിനവ നാട്ടുകാരനാണ്. അപ്പോൾ നബി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പേരെന്താ? എൻ്റെ പേര് അദാസ്. ഓ അദാസ്, നീ നിനവ നാട്ടുകാരനാണല്ലേ? നിനവ നാട്ടിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം ജനിച്ചിട്ടുള്ളത്. യൂനുസ് നബിയുടെ പ്രബോധനം നടക്കുന്നതും ഈ നിനവ നാട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഇവിടെയുള്ളവർക്കൊന്നും തന്നെ അത് അറിയില്ലല്ലോ. തായിഫുകാർക്ക് അറിയില്ലല്ലോ, മക്കക്കാർക്കും അറിയില്ലല്ലോ. നീ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാടാണ് നിനവ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അപ്പോൾ നബി പറഞ്ഞു, നമ്മുടെ പ്രവാചക കുടുംബത്തിലെ ഒരംഗമാണ് യൂനുസ് നബി. ഞാനൊരു പ്രവാചകനാണ്. ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരുടെ കുടുംബത്തിൽ ഒരു മെമ്പറാണ് യൂനുസ് നബി. ഞാൻ എങ്ങനെ യൂനുസ് നബി അറിയാതിരിക്കുക? അപ്പോൾ അദാസ് ചോദിക്കുന്നു, നിങ്ങൾ പ്രവാചകനാണല്ലേ? അതെ, പ്രവാചകനാണ്. ഈ നാട്ടുകാരെന്നെ മർദ്ദിക്കുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദാസ് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് ചുംബിക്കുന്നു. ചുംബിക്കുക മാത്രമല്ല, നബിയുടെ തലയിൽ അങ്ങ് ചുംബിക്കുന്നു. പിന്നീട് കാലിന്മേൽ തല കുത്തിക്കൊണ്ട് കാലും ചുംബിക്കുന്നു. ഇത് റബീഅത്തിന്റെ രണ്ട് മക്കളായ ഉത്ബത്തും ശൈബത്തും കാണുന്നു. അവർ വിളിക്കുന്നു, വാ അദാസ്, അദാസ്, നീ എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യന് ആ മുന്തിരിക്കുല കൊടുക്കാനല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കാനാണോ, കാല് ചുംബിക്കാനാണോ നിന്നോട് പറഞ്ഞത്? നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്? നീ ഞങ്ങളുടെ തൊഴിലാളിയല്ലേ? ഇത് ഞങ്ങൾക്ക് നാണക്കേടുണ്ട്. ഇവിടെ വന്ന് ഒരാളുടെ കൈ ചുംബിക്കുന്നതും കാല് ചുംബിക്കുന്നതും തല ചുംബിക്കുന്നതുമെല്ലാം കാണുമ്പോൾ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അദാസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുതലാളി, ആ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? ഇന്ന് ഈ ഭൂമുഖത്തിദ്യത്തെ പോലെയുള്ള ഒരാളെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല. ഏറ്റവും ഉത്തമനായ ഒരാളാണ് ഈ ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാളെല്ലാം ഉത്തമനായ ഖൈറായ ഒരു പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ശൈബത്ത് ചോദിച്ചു, ഞങ്ങളെ നാട്ടിലുള്ള മുഹമ്മദാണല്ലേ? അദ്ദേഹം ഇവിടെയും എത്തിയോ? നീ അദ്ദേഹത്തിൻ്റെ അരികെ പോകരുത്. ഞങ്ങളുടെ വാപ്പയും കുടുംബവും എല്ലാം തന്നെ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നിന്റെ ദീനാണ് സത്യം, നീ ഈസ നബിയുടെ അനുയായിയല്ലേ? അങ്ങനെ തന്നെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. തൻ്റെ ജോലി പോകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നീട് നബിയുടെ അരികത്തേക്ക് വന്നില്ല. ഇത്രയെല്ലാം വേദന സഹിക്കുമ്പോഴും തിരുമേനി ആശ്വസിപ്പിക്കാൻ വന്ന ജിബ്രീൽ ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇവിടെ ഉയർന്നു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങളെ കൂട്ടിമുട്ടിച്ച് ഈ നാട് നശിപ്പിച്ചു കളയാൻ പടച്ചവന് തീരുമാനമുണ്ട്, നിങ്ങൾ സമ്മതിച്ചാൽ മതി എന്ന്. പക്ഷേ നബി സമ്മതിച്ചില്ല. ഈ നാട്ടുകാർക്ക് റബ്ബേ പുറത്തു കൊടുക്കണേ, അവരറിവില്ലാത്തവരാണ്. അവരുടെ പിൻതലമുറയിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും സന്മാർഗിയാവുകയാണെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹമാണ് നബി അവിടെ പങ്കുവെച്ചത്. വാസ്തവത്തിൽ ആ പ്രാർത്ഥന അവിടെ നടന്നിരുന്നുവെങ്കിൽ ലൂത്ത് നബിയുടെ നാടാകുന്ന ചാവുകടൽ പോലെ വാസ്തവത്തിൽ ആ തായിഫാകുമായിരുന്നു. ഇന്ന് തായിഫ് എത്ര മനോഹരമായ പട്ടണം നോക്കുക. തായിഫിൽ പോയവർക്ക് കാണാൻ കഴിയും, ഒരു മല, ഉയർന്നു നിൽക്കുന്ന മലയുടെ മുകളിൽ ഒരു വലിയ കരിങ്കല്ല് കാണാൻ കഴിയും. നമ്മൾ കണ്ടാൽ വിചാരിക്കും കരിങ്കല്ല് ഇപ്പോൾ താഴേക്ക് വീഴുമെന്ന്. ഈ കരിങ്കല്ല് ഉരുട്ടി അവിടെ എത്തിച്ചതാണ് നബി പോകുമ്പോൾ തലയിലേക്ക് ഇടാൻ വേണ്ടി. പക്ഷേ കരിങ്കല്ല് വീടില്ല. കരിങ്കല്ല് ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമായി കൊണ്ടിട്ട് അവിടെ ഇന്നും നിലകൊള്ളുന്നു. വാസ്തവത്തിൽ അത് അറബികൾ കാണിച്ചു തരും ബതുക്കൾ. ഹബീബായ നബിയെ സംരക്ഷിക്കാൻ പടച്ചതമ്പുരാൻ ആ കല്ലിനെ താഴോട്ട് വീഴ്ത്തിയില്ല. നമ്മൾ കാണുമ്പോൾ കരുതും ഈ എങ്ങനെ ഈ കല്ല് നിൽക്കുന്നു എന്ന്. ഒരു കൂർത്ത മുനയുടെ മുകളിലാണ് വലിയൊരു കല്ല് നിലകൊള്ളുന്നത്. പടച്ചവൻ ഹബീബായ നബിയുടെ ആ പ്രാർത്ഥന കൊണ്ടോ നബിയുടെ സമീപനം കൊണ്ടോ ആ നാട്ടിന് അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹം സമ്പൽ സമൃദ്ധിയായി തീർന്നു. പിന്നീട്
വളരെ വർഷങ്ങൾ കഴിഞ്ഞ് മക്കം ഫതഹിന്റെ ശേഷമാണ് ഈ സഖീഫ് ഗോത്രക്കാർ ഒന്നാകെ മദീനയിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതും ആ നാട് ഇസ്ലാമിക സ്റ്റേറ്റായി മാറുന്നതും. അവിടെ പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് താമസിച്ചത്. ടൗണിൻ്റെ മധ്യത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഖബർ അവിടെയുള്ളത്. ഇബ്നു അബ്ബാസിൻ്റെ ഖബർ അവിടെ കാണാം. അദ്ദേഹം താമസിച്ച വീട് എന്നൊരു പള്ളിയാണ്. സൗദി ഗവൺമെൻറ് അതൊരു പള്ളിയാക്കിയിരുന്നു. ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ധാരാളം സന്ദർശകന്മാർ വരുന്നു. ചുരുക്കം പറയുകയാണെങ്കിൽ നബി നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിനെ കാണാൻ ഇരട്ടി സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞില്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും ലോകത്തുള്ള മറ്റുള്ളവരുടെ ഈമാനെല്ലാം മറുതട്ടിലും വിട്ടാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിനാണ് ഖനമുണ്ടാവുക, ആ തട്ടിനാണ് ഖനമുണ്ടാവുക. കൂടുതൽ നിസ്കരിച്ചിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ നോമ്പ് നോക്കിട്ടോ അല്ല, പക്ഷേ അതിന് ഖനം കൂടുതലാവാനുള്ള കാരണം ഹബീബായ നബിയോടുള്ള സ്നേഹമാണ്. സ്നേഹം എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഈമാൻ വർദ്ധിക്കും. ഈമാൻ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് സ്നേഹവും വർദ്ധിക്കും. സ്നേഹവും ഈമാനും തമ്മിൽ പരസ്പരം സമന്വയത്തിൻ്റെ ഘടകമാണ്. വാസ്തവത്തിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്നവരാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവർ. പ്രവാചകനോട് മുഖം തിരിച്ചു കളയുന്നവർക്ക് ആ സ്നേഹം, ആ ഈമാൻ വളരെയേറെ ദുർബലമായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ സിദ്ദീഖുൽ അക്ബറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിസ്തുലമായ സ്നേഹം, തുല്യതയില്ലാത്ത സ്നേഹം. കാരണം ഇസ്ലാമിൻ്റെ മലർവാടിയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന യുവാവല്ലേ സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖുൽ അക്ബർ വരുന്നതോ സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്ന്. തൻ്റെ വാപ്പ അബൂ ഖുഹാഫ നല്ല സമ്പന്നൻ, തൻ്റെ ഉമ്മ ഉമ്മുൽ ഖൈർ ഇസ്ലാമിൻ്റെ 1 നമ്പർ ശത്രു. അബൂ ഖുഹാഫ ശത്രു. ഖുറൈശികൾക്ക് സാമ്പത്തികമായി ഇസ്ലാമിനെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള സർവ്വസഹായവും ചെയ്യുന്ന ആളായിരുന്നു സിദ്ദീഖുൽ അക്ബറിൻ്റെ വാപ്പ. ആ കുടുംബത്തിൽ നിന്ന് ഒരു മകൻ ഇസ്ലാമിൻ്റെ മലർവാടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തുമാത്രം ത്യാഗനിർഭരമാണ് ആ വരവ്. അദ്ദേഹത്തിന് അറിയാം, ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇനി പിതാവ് തന്നെ ആദരിക്കില്ല. പിതാവിൻ്റെ സ്വത്തിൻ്റെ പോലും ഒരുപക്ഷെ താൻ അവകാശിയാവാതെ വന്നേക്കാം. വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ടി വരും. നബിക്കാണെങ്കിൽ ആ പട്ടുമെത്ത വിരിച്ചു കൊടുക്കാൻ കഴിയില്ല, സുഖം ലാവണ്യം നൽകാൻ കഴിയില്ല, നല്ല അമ്പര ചുണ്ടിയായ കെട്ടിടം കൊടുക്കാൻ കഴിയില്ല. ഇതെല്ലാം സിദ്ദീഖുൽ അക്ബറിനുണ്ട്. ഇതെല്ലാം വിട്ടുകൊണ്ടിട്ടാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹി എന്ന ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആ സിദ്ദീഖുൽ അക്ബറിൻ്റെ ജീവിതം ഉടനീളം നോക്കുകയാണെങ്കിൽ മഹബത്താണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ മസ്ജിദുൽ ഹറാമിൽ ഇബ്രാഹിം മഖാമിൻ്റെ സമീപത്ത് ഇരിക്കുന്നു. ഒരു പറ്റം സഹാബികൾ. ആരാണ് ഈ സഹാബികൾ? അമ്മാർ, ഖബ്ബാർ, ഇബ്നു മസ്ഊദ്. ഇവരെല്ലാം പാപങ്ങളാണ്, എല്ലാം ദുർബലരാണ്, വളരെ ദരിദ്രന്മാരാണ്. ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ സിദ്ദീഖുൽ അക്ബർ എന്ന ഒരു മുതലാളിയുടെ മകൻ, സമ്പന്നൻ്റെ മകനും ആ സിദ്ദീഖുൽ അക്ബറും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പരസ്യ പ്രബോധനത്തിൻ്റെ പൂർണ്ണമായും സാധ്യതയുള്ള സമയമല്ല. മെല്ലെ കാതുകളിലും ചെവികളിലും ഇസ്ലാമിനെ പറ്റി മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്ന സമയം. ഈ ഇബ്രാഹിം മഖാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദാറുൽ നദ്വ. ദാറുൽ നദ്വ ഖുറൈശികളുടെ ആലോചനാ സമിതി ചെയ്യുന്ന ഒരു ആളാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഖുറൈശികൾ തീരുമാനമെടുക്കാറുള്ളത്. അങ്ങനെ തീരുമാനമെടുക്കുന്ന ആലോചനാ സമിതിയുടെ അധ്യക്ഷനാണ് അബൂ ജഹൽ. അവരെല്ലാവരും അവിടെ എന്തോ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നബിയുടെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിദ്ദീഖുൽ അക്ബർ അങ്ങ് നിന്നുകൊണ്ടിട്ട് ഉറക്കെ അങ്ങ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിനത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മൗലികാവകാശമാണ്. തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ അദ്ദേഹം അതൊന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു.
ഇത് ദാറുൽ കേട്ടപ്പോൾ അബൂജഹൽ ചോദിച്ചു, ആരാ പറയുന്നത്? ആരുടെ ശബ്ദമാണത്? അപ്പോൾ അബൂലഹബ് പറഞ്ഞു, അത് മറ്റാരുടേതുമല്ല, നമ്മുടെ കൂടെ സാധാരണയുള്ള അബൂബക്കറിൻ്റെ സാധാരണയുള്ള അബൂ ഖുഹാഫയുടെ മോൻ്റെ ശബ്ദമാണ്. അബൂ ഖുഹാഫയുടെ മകൻ്റെ ശബ്ദമാണ്. അബൂ ഖുഹാഫയുടെ മകൻ ഇപ്പോൾ മുഹമ്മദിൻ്റെ കൂടെയാണുള്ളത്. നമുക്ക് സാമ്പത്തിക സഹായം നല്ലവണ്ണം നൽകുന്ന അബൂ ഖുഹാഫയുടെ മോനെ മുഹമ്മദ് പാട്ടിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സന്ദേശം ഉറക്കെ വിളിച്ചു പറയാൻ അബൂബക്കർ ധൈര്യപ്പെട്ടത്. മുഹമ്മദ് നിർബന്ധിച്ചതാണ്. നമ്മുടെ മുഖത്ത് നോക്കി ഒരു വെല്ലുവിളിയാണ് ഇവിടെ നടത്തിയത്. ഇത് കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇത് തൊള്ളയിൽ തന്നെ ഉള്ളിക്കളയാണ്. വേഗം എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും അങ്ങ് എഴുന്നേറ്റു. ആ പ്രബലരടങ്ങിയ സംഘം പുറത്തേക്ക് വന്നത് സിദ്ദീഖുൽ അക്ബറിനെ മർദ്ദിക്കാൻ വേണ്ടിയല്ല, നബിയെ അടിച്ചു തകർക്കാൻ വേണ്ടിയാണ്. നബിയുടെ അരികത്തേക്ക് വരുമ്പോഴേക്കും സിദ്ദീഖുൽ അക്ബർ എന്ന മുന്നോട്ട് എന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് ഇങ്ങോട്ട് ചെല്ലുന്നത്? അതെൻ്റെ പ്രവാചകൻ. നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞ പ്രഖ്യാപനമല്ലേ? ആ പ്രഖ്യാപനം നടത്താൻ ഈ പ്രവാചകനെ പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാനാണത് പറഞ്ഞത്, എന്നോട് നിങ്ങൾ നടത്തൂ എന്ന് പറയുമ്പോഴേക്ക് ദേഷ്യം, എല്ലാവരുടെയും ദേഷ്യം സിദ്ദീഖുൽ അക്ബറിൻ്റെ നേരെ നീങ്ങി. എല്ലാവരും സിദ്ദീഖുൽ അക്ബറിനെ അടിക്കാനും ഇടിക്കാനും തുറിയാനും തുടങ്ങി. അപ്പോഴേക്കും സഹാബികൾ നബിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി. തൊട്ടടുത്താണ് അർക്കം സഹാബിയുടെ വീട്. ഒരു 14 വയസ്സ് അർക്കം സഹാബിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം ചെറുപ്പത്തിൽ ഇസ്ലാമിലേക്ക് വന്നു. പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ പ്രബോധന ഓഫീസ്, ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറയാം. ഇസ്ലാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അർക്കം സഹാബിയുടെ വീട്. ആ വീട്ടിലേക്ക് അവരെല്ലാവരും കൂടി നബിയെ അവിടുന്ന് അങ്ങ് രക്ഷപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഖുറൈശികളെല്ലാവരും ഈ സിദ്ദീഖുൽ അക്ബറിനെ അവിടെ വെച്ച് അടിച്ചു ഇടിച്ചു. സിദ്ദീഖുൽ അക്ബർ ആകുന്ന തുമ്പമലർ പോലെയുള്ള ചെറുപ്പക്കാരൻ വാടിക്കളർന്ന് വീട് കിടക്കുകയാണ്. വീട് കിടക്കുമ്പോൾ ഋതുവത്തോടി വന്ന് തൻ്റെ കാലിന്മേലുണ്ടായിരുന്ന ചെരുപ്പെടുത്തു കൊണ്ടിട്ട് മുഖത്തങ്ങ് തുടരെ അടിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ മൂക്കിൽ നിന്നും ചോര പുറത്തേക്ക് വന്നു. ചോര പുറത്തേക്ക് വന്നപ്പോൾ ആ എന്നൊരു ശബ്ദം, പിന്നീട് ഒരനക്കുണ്ടായി. ഇത് കേട്ടതോടുകൂടെ എല്ലാവരും ഞെട്ടിപ്പോയി. സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ മരിച്ചു എന്ന് അപ്പോൾ തമ്മിൽ പറയാൻ തുടങ്ങി. അത് വേണ്ടിയിരുന്നില്ലല്ലോ, നമ്മളെ സഹായിക്കുന്ന ആളല്ലേ അബൂ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകനെ നമ്മൾ അടിച്ചു കൊന്നാൽ അത് വലിയ ഒരു പരാതിയല്ലേ? ഇത് വേണ്ടിയിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കാൻ തുടങ്ങി. ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സിദ്ദീഖുൽ അക്ബറിനെ വിളിച്ചപ്പോൾ ശബ്ദിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. സിദ്ദീഖുൽ അക്ബർ മിണ്ടുന്നില്ല. എല്ലാവരുടെയും ധാരണ അദ്ദേഹം മരിച്ചു എന്നാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ കുടുംബക്കാർ തൈമ കബീലക്കാരെന്ന് പറഞ്ഞാൽ ചോരക്ക് ചോര പ്രതികാരം ചോദിക്കുന്നവരാണ്. അവർ വെറുതെ വിടില്ല. ചോരക്ക് ചോര പ്രതികാരം ചോദിക്കും. ഈ തൈമ കബീലക്കാരെന്നാലും പറഞ്ഞാൽ വാളും എടുത്തുകൊണ്ട് അവർ കഅബത്തിന്റെ മുന്നിലേക്ക് എത്തും പ്രതികാരം നടത്താൻ വേണ്ടിയിട്ട്. നമ്മൾ സൗഹാർദ്ദത്തിൽ നിന്ന് മുഹമ്മദിനെതിരായി നീങ്ങേണ്ട സമയം, ഇസ്ലാമിനെതിരായി നീങ്ങേണ്ട സമയം. ഇപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ വാളെടുത്ത് വെട്ടുകയും അടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയല്ലോ. ഇതിനെല്ലാം കാരണം ഋതുബത്തിനെല്ലാം ശകാരിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവരവർക്ക് കുറച്ച് സമയം നിന്ന് വേഗം സ്ഥലം വിട്ടു. പക്ഷേ വാർത്ത തൈമ കബീലയിലെത്തി. തൈമ കബീലക്കാർ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ആയുധവും എടുത്തുകൊണ്ട് വന്നു നോക്കുമ്പോൾ ചോരയിൽ കിടക്കുകയാണ് സിദ്ദീഖുൽ അക്ബറിനെ അവർ വിളിച്ചു. അബൂബക്കർ വിളിച്ചു, പക്ഷേ പ്രതികരിക്കുന്നില്ല. അവർക്കും തോന്നി മരിച്ചു. ചിലർ പറഞ്ഞു മരിച്ചിട്ടില്ല, ഭൂരിപക്ഷവും പറഞ്ഞു മരിച്ചില്ല. അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടി കേരളയുടെ വാതിലിൻ്റെ അരികത്തേക്ക് ചെന്നു. എന്നിട്ട് വാതിൽ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ അബൂബക്കർ എങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഋതുബത്തിനെ കൊല്ലും.
നിശ്ചയം ഞങ്ങൾ ഉത്തുബക്കനെ കൊല്ലും പ്രതിജ്ഞയെടുത്തു. ഉടനെ തന്നെ അവർ തിരിച്ചു വന്ന് ഇനി അബൂബക്കർ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവർ വീട്ടിലേക്ക് ഭാര്യയെടുത്ത് അവർ സദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. ഉമ്മുൽ ഖൈർ ചോദിച്ചു, എന്താ എൻ്റെ മകൻ എന്ത് പറ്റിയത്? തൈമ കബീലക്കാർ പറഞ്ഞു, മകന് പറ്റിയത് എന്താണെന്നോ, മകൻ മുഹമ്മദിൻ്റെ ആളായതുകൊണ്ട് ഖുറൈശികൾ അടിച്ചു കൊണ്ടുപോയി. മകൻ മരിച്ചോ? ഇത് കേട്ടതോടുകൂടെ തന്നെ ഉമ്മ അലമുറയിടാൻ തുടങ്ങി. ഇനി എനിക്ക് നമ്മുടെ സമ്പത്തിന് ആരാണ്? ഉടനെ ഇത് കേട്ട് അബൂ ഖുഹാഫ ഓടിയെത്തി. എല്ലാവരും കൂടി നിലവിളി. കേട്ടവർ വീട്ടിലേക്ക് അടുത്തുകൂടിയിരിക്കുന്നു. അവരും നിലവിളി. സാധാരണ ജാഹിലിയ്യ കാലത്ത് മരിച്ച വീട്ടിൽ വന്നാൽ നിലവിളിക്കണം, അതവരുടെ സമ്പ്രദായമാണ്. എല്ലാവരും തന്നെ ഇങ്ങനെ നിലവിളിക്കുകയോ ഓരോന്ന് പറയുകയും ചെയ്യുന്നു. എന്തു ചെയ്യും? എല്ലാവരും അടുത്തു നിൽക്കുന്നു. സിദ്ദീഖുൽ അക്ബറിന്റെ മാതാവ് വളരെ വേദനയോടുകൂടെ പറയുന്നു, അവസാന നിമിഷത്തിൽ ഒരിത്തിരി വെള്ളം എൻ്റെ മകൻ്റെ വായി വെച്ചിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, ഇതിനൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ശരീരത്തിൽ ഒരു ചലനം കാണുന്നത്. ചലനം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ മരിച്ചിട്ടില്ല, മരണാസന്നനായി കിടക്കുകയാണ്, വേഗം വെള്ളം കൊടുക്കാമെന്ന്. ഉടനെ ഓടി പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടിട്ട് ഉമ്മുൽ ഖൈർ വന്നു. മോനെ അബൂബക്കർ, വായ തുറക്കൂ. മകൻ വായ തുറക്കുന്നില്ല. മോനെ വായ തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് ഇപ്പോൾ ഓർമ്മ വന്നിരിക്കുന്നു. പക്ഷേ നേരത്തെ കിട്ടിയ അടിയുടെയും ഇടിയുടെയും തൊഴിയുടെയും വേദന ഇപ്പോഴാണ് അനുഭവപ്പെടുന്നത്. മരണവേദന, മരണാസനായി കിടക്കുന്ന അവസ്ഥ പോലെ തന്നെ ഈ സമയത്ത് സിദ്ദീഖുൽ അക്ബർ അങ്ങ് കണ്ണു തുറന്നപ്പോൾ ഉമ്മയെയാണ് കാണുന്നത്. ഉമ്മ പറഞ്ഞു, മോനെ വായ തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഉമ്മയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഹബീബായ നബി എവിടെയാണുള്ളത്? നബിയുടെ സ്ഥിതി എന്താണ് ഉമ്മ? ഖുറൈശികൾ നബിയെ അടിച്ചു കൊന്നോ? ഇപ്പോൾ നബിയുണ്ടോ? നബി എവിടെയാണ്? പറഞ്ഞു തരൂ ഉമ്മ എന്ന്. ഉമ്മ പറഞ്ഞു, മോനെ അതെല്ലാം നീ ചോദിക്കേണ്ടത് വേഗം വെള്ളം കുടിക്കുകയാണ് വേണ്ടത്. ഇല്ല, എനിക്കതറിയണം ഉമ്മ. അറിഞ്ഞെങ്കിലേ വെള്ളം കുടിക്കുകയുള്ളൂ. മരണത്തോട് മല്ലിടുന്ന നേരം, വേദന ഇഞ്ചിഞ്ചായി അനുഭവപ്പെടുന്ന ആ സമയത്ത് പോലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹബീബായ നബിയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹം, മഹബത്ത്, ഹിബ്ബ്. ചരിത്രത്തിൽ നമുക്ക് എവിടെ നിന്നാണ് ഇത് വേറെ വായിക്കാൻ കഴിയുക? വാസ്തവത്തിൽ ഉമ്മ പറയുന്നു, മോനെ മുഹമ്മദ് എന്ന് പറഞ്ഞ് നീ ഈ അവസ്ഥയിലെത്തി. ഇനി അതെല്ലാം വിട്ടിച്ചുകൊണ്ട് വെള്ളം കുടിക്കും, ഞാൻ വെള്ളം ഒഴിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ, ഇല്ല, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എവിടെയാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞു വരണം. മോനെ, ഞാൻ എവിടെ പോകാൻ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ തന്നെ സഫായുടെ അരികത്തേക്ക് പോകണം. സഫാ കുന്നിൻ്റെ സമീപത്തേക്ക് പോയാൽ സഫായിൽ ഒരു വീട് കാണാം. ആ വീട്ടിൻ്റെ മുൻഭാഗത്തെത്തി കതകിൻ്റെ മുട്ടണം. കതകിൻ്റെ മുട്ടിയാൽ ഒരു സ്ത്രീ പുറത്തേക്ക് വരും. അവളോട് ചോദിക്കണം, നീ ഖത്താബിൻ്റെ മകളല്ലേ? അവൾ അതെ എന്ന് പറഞ്ഞാൽ, ഉമ്മു ജമീൽ എന്നാണോ നിന്റെ പേരെന്ന് ചോദിച്ചാൽ അവൾ അതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. എൻ്റെ മോൻ അബൂബക്കർ മരണാസനായി കിടക്കുകയാണ്, വായിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്നില്ല, മുഹമ്മദിൻ്റെ സ്ഥിതി അറിയാനാണ്. അതുകൊണ്ട് ഉമ്മു ജമീൽ, മുഹമ്മദിൻ്റെ സ്ഥിതി, ഇപ്പോഴുള്ള സ്ഥിതി ഒന്ന് നീ പറഞ്ഞു തരണം. എൻ്റെ മോനെ എനിക്ക് അറിയിച്ചു കൊടുക്കാൻ, മോൻക്കത് വിവരിച്ചു കൊടുക്കാനെന്ന് അവളോട് നിങ്ങൾ പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അവൾ പറഞ്ഞു തരും. ഉമ്മ വേഗം പോകണം എന്ന് എല്ലാവരും നിർബന്ധിച്ചു. ഉമ്മ പുറപ്പെട്ടു. ഉമ്മാക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടല്ല, മകന്റെ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ ഇതല്ലാതെ പരിഹാരമില്ല എന്ന മാതാവിന്റെ മനസ്സിലായതുകൊണ്ടാണ്. ഉടനെ തന്നെ പോയി അങ്ങനെ സഫായിന്റെ സമീപത്ത് ചെന്നു. ആ കൊച്ചു വീട്, ചെറിയ വീട് കണ്ടെത്തി. വീട്ടിന്റെ മുന്നിൽ വന്നു, കതകിന്റെ മുട്ടി വാതിൽ തുറന്നു. ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഉമ്മുൽ ഖൈറാണ്. നിങ്ങളാരാണ്? ഞാൻ ഉമ്മു ജമീൽ. നിങ്ങൾ ഖത്താബിന്റെ മകളല്ലേ? ഉമർ ഫാറൂഖിന്റെ സഹോദരിയല്ലേ? അതെ. ഞാൻ വന്നത് എൻ്റെ മകൻ ദാരുണമായ ഒരവസ്ഥയിലാണ്, അവൻ വെള്ളം കുടിക്കുന്നില്ല. എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ് മുഹമ്മദിന്റെ സ്ഥിതി എന്താണെന്ന്. അതുകൊണ്ട് സഹോദരി ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ, എൻ്റെ മകന്റെ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ ഇതല്ലാതെ പരിഹാരമില്ല ഉമ്മു ജമീൽ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു ജമീൽ എടുത്ത വായക്ക് പറഞ്ഞു, നിന്റെ അബൂബക്കറിനെയും എനിക്കറിയില്ല, മുഹമ്മദിനെയും അറിയില്ല. ഞാൻ മുഹമ്മദിനെ അറിയില്ല, അബൂബക്കറിനെയും അറിയില്ല, പിന്നെ നീ എന്താ എന്നോട് ചോദിക്കുന്നത്? വേഗം പോകണം. അപ്പോൾ ഉമ്മുൽ ഖൈർ ചോദിച്ചു, ഞാൻ
ഇനി പോകണോ? തർക്കിക്കാൻ സമയമില്ല, പോകാം. പക്ഷേ ഞാനും നിന്റെ കൂടെ ഒന്ന് വരട്ടെ. ആരാണ് അബൂബക്കർ എന്നറിയാം? വന്നോളൂ. അങ്ങനെ രണ്ടുപേരും അതാ മടങ്ങും, പുറത്തേക്ക് ഇറങ്ങും. നേരെ വരുന്നു മകനരികെ. ആൾക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുകയാണ്. അവർ പറയുന്നു, ഉമ്മ വരുന്നുണ്ട്, അബൂബക്കർ ഉമ്മ വരുന്നുണ്ട്, കണ്ണു തുറക്കുകയാണ്. ഉമ്മ വന്നു. ഉടനെ തന്നെ ഉമ്മയുടെ കയ്യിലുള്ള വെള്ളപ്പാത്രം എടുത്തു. ഉമ്മ അറിഞ്ഞോ വിവരം? അപ്പോൾ പറയുന്നു, മോനെ, നീ ആരെയാണ് വിവരം അറിയാൻ എന്നെ ഏൽപ്പിച്ചത്? നീ പറഞ്ഞ ആ പെണ്ണ് പറയുന്നു, നിന്നെയും അറിയില്ല, നിന്റെ മുഹമ്മദിനെയും അറിയില്ല. ഇനി ഞാൻ ആരോടാണ് ചോദിക്കും? അവൾ അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു. ഇതാ അവളുണ്ട്, എൻ്റെ കൂടെ വന്നിരിക്കുന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? അത് ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് ദൂരെ നിൽക്കൂ. എല്ലാവരും ദൂരെ നിന്നു. ഉമ്മു ജമീൽ ഒന്ന് അടുത്തേക്ക് വരൂ. ഉമ്മു ജമീൽ അടുത്തേക്ക് വന്നു. ഉമ്മു ജമീൽ, നീ എന്നെ അറിയില്ലേ? അറിയൂ. നീ എൻ്റെ ഉമ്മയോട് പറഞ്ഞതോ? അറിയില്ല. നീ എൻ്റെ പ്രവാചകൻ അറിയില്ലേ? അറിയൂ. എൻ്റെ ഉമ്മയോട് പറഞ്ഞതോ? അറിയില്ല. നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒറ്റക്കാണ് സഫാ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്നത്. നബിയുടെ പ്രാണനെടുക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ നാനാഭാഗത്തും നടക്കുകയാണ്. ആ സമയത്ത് ഒരു പെണ്ണ് ഓടി വന്നുകൊണ്ടിട്ട് എന്നോട് ചോദിക്കുന്നു, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത് അബൂബക്കർ? ഞാൻ അത് തുറന്നു പറയുകയാണോ വേണ്ടത്? നീഎന്താ ഈ പറയുന്നത്? ഇത് കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഉമ്മു ജമീൽ, എൻ്റെ പ്രവാചകനോടുള്ള മഹബത്താണ് നിന്നെ മറച്ചു വെക്കാൻ പ്രേരിപ്പിച്ചത്, എന്നോട് പറയൂ എന്ന്. അപ്പോൾ ഉമ്മു ജമീൽ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിമുൻ സാലിമൻ വസാലിഹൻ. പ്രവാചകൻ വളരെ സുരക്ഷിതനാണ്, ആരോഗ്യവാനാണ്. അർക്കം സഹാബിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുണ്ട് സുസ്മേരവനാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ അബൂബക്കറെ വെള്ളം കുടിക്കുകയും വേഗം തന്നെ വെള്ളം വായിലേക്ക് ഒഴിച്ചപ്പോൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഈ വെള്ളം എനിക്ക് കുടിക്കില്ല, എനിക്ക് എൻ്റെ ഹബീബിൻ്റെ മുഖം ഒന്ന് കാണണം. ആ മുഖം കണ്ടതിന് ശേഷമേ ഞാൻ വെള്ളം കുടിക്കുകയുള്ളൂ എന്ന്. അവസാനം നിർബന്ധിതരായി അദ്ദേഹത്തെ എടുത്ത് ദാറുൽ അർഖമിലേക്ക് കൊണ്ടുപോകാൻ എടുത്തവർ ദാറുൽ അർഖമിലേക്ക് കൊണ്ടുപോയി. നബി സുസ്മയുടെ വദനനായി പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് സിദ്ദീഖുൽ അക്ബറിനെ വെച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബറിന് ഇരിക്കാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മുട്ടുകാല് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യൂ. മുട്ടുകാല് കൊണ്ടൊന്ന് ചാരി വെച്ചു. അതിൽ ചാരി കിടന്നു. ചാരി നിന്നുകൊണ്ടിട്ട് ഹബീബായ നബിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴതാ വേഗം വെള്ളപാത്രവുമായിട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറയുന്നു, ഉമ്മ നിർത്തൂ. നബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, ഫദൈനാക ബിഅബീ വഉമ്മീ യാ റസൂലല്ലാഹ്. ഇത് പറയലും ഹബീബായ നബിയുടെ വലത്തെ കവിളിലും ഇടത്തെ കവിളിലുമാകെ തുടരെ അങ്ങ് ചുംബിച്ചു കളയുന്നു. തുടരെ അങ്ങ് ചുംബിക്കുന്നു. ഈ ചുംബനത്തിന്റെ ശേഷമാണ് ഉമ്മയോട് വെള്ളം വാങ്ങി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കുടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാംസത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്ന ഹുബ്ബല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സ്ഥാനം ഉമർ ഫാറൂഖിനുണ്ടോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടോ? ഇല്ല. അവരുടെ മഹബത്തിന്റെ സ്റ്റാൻഡേർഡ് എല്ലാം തന്നെ വ്യത്യസ്തമാണ്. സിദ്ദീഖുൽ അക്ബർ ആണ് ഇവിടെ ഒന്നാമനായിട്ടുള്ളത്. സിദ്ദീഖുൽ അക്ബർ വെള്ളം കുടിച്ചതിന് ശേഷം നബിയോട് പറയുകയാണ്, പ്രവാചക, ഇതെൻ്റെ ഉമ്മയാണ്, പേര് ഉമ്മുൽ ഖൈർ, നന്മയുടെ മാതാവ്. എൻ്റെ ഉമ്മ നന്മയുടെ മാതാവല്ല, ഉമ്മു ശർറ, തിന്മയുടെ മാതാവാണ് എൻ്റെ ഉമ്മ. സന്മാർഗിയാവാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി ഉമ്മയുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. താമസിയാതെ ഉമ്മ മകനെ പോലെ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. വാപ്പ വളരെ വൈകിയാണ് വന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ ഉപ്പ അബൂ ഖുഹാഫ ഹിജറ 8-ാം വർഷം മക്ക ഫതഹിന്റെ സുദിനത്തിലാണ്. ആ സമയത്ത് ഹദീസിലെല്ലാം കാണാം, ശരീരത്തിൽ ഒരൊറ്റ രോമം പോലും കറുപ്പുണ്ടായിരുന്നില്ല, മുഴുവനും നരച്ചിരുന്നു. നടക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ വാരിയെടുത്താണ് നബിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതും ഷഹാദത്ത് കലിമ ചെല്ലുന്നതുമല്ലാതെ തന്നെ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ജീവിതത്തിൽ നബിയോടുള്ള സ്നേഹം ഇതുപോലെയാണ്. ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും, ഓരോ സെക്കൻഡിലും ഈ മഹബത്തിലൂടെ തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
കഴിഞ്ഞുകൂടിയത്. ആ സിദ്ദീഖുൽ അക്ബർ വഫാത്തായി കിടക്കുമ്പോൾ ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെല്ലുന്നു. സിദ്ദീഖുൽ അക്ബറിനെ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബറും കൂടെയുള്ളവരും വന്ന് ഹബീബായ തങ്ങളുടെ മുൻഗാമിയായ സിദ്ദീഖുൽ അക്ബറിന്റെ മുഖത്തുള്ള തുണി എടുത്ത് ഉയർത്തുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഈ സിദ്ദീഖിന്റെ നെഞ്ഞിലുള്ള ഒരു മുടിയായിരുന്നുവെങ്കിൽ അബൂബക്കറിന്റെ നെഞ്ഞിന്മേലുള്ള ഒരു മുടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ബഅ്ശറയിലേക്ക് എനിക്കത് മതിയെന്ന്. സിദ്ദീഖുൽ അക്ബറിന്റെ ദേഹത്തിലുള്ള ഒരു രോമത്തിന്റെ സ്ഥാനം എനിക്ക് മതി, അത്രത്തോളം നബിയോടുള്ള മഹബത്തിലാണ് അത്. എന്നിട്ട് കൂട്ടുകാരോട് പറയുന്നു, കൂട്ടുകാരെ, ഈ മുഖവും ഈ മൂക്കും ഹബീബായ നബിയുടെ കവിളത്ത് വെച്ച മൂക്കാണ്, ചുംബിച്ച മൂക്കാണത്. അതുകൊണ്ട് ഞാൻ എന്റെ സിദ്ദീഖിന്റെ മുഖം ഞാൻ ചുംബിക്കട്ടെ. ഞാൻ ഹബീബായ നബിയുടെ മുഖം ചുംബിക്കുന്നത് പോലെയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ മുഖം ഞാൻ ചുംബിക്കുന്നതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചുംബിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സ്നേഹത്തിന്റെ ലോകം, വാസ്തവത്തിൽ സഹനത്തിന്റെ ലോകം പ്രവാചകൻ സൃഷ്ടിച്ചു. ആ പ്രിയപ്പെട്ട പ്രവാചകനെയാണ് നമുക്കിവിടെ ഓർക്കാൻ കഴിയുന്നത്. സ്നേഹം നബിയോട് മാത്രം പോരാ, ഈ രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ടാകും. രാജ്യത്തോടുള്ള സ്നേഹം പ്രകീർത്തനങ്ങളിലല്ല, ദേശീയ ഗാനം നടത്തുന്നതിൽ മാത്രമല്ല, ദേശീയ ഗാനത്തിലൂടെയല്ല, കുറുവടിയും കയ്യിലെത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് കൊണ്ടല്ല സ്നേഹം. ഈമാൻ, മാതൃഭൂമിയോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഈമാനിന്റെ സമ്പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ് തന്റെ രാട്ടത്തെ നന്മ കൊണ്ടോ സൽപ്രവൃത്തി കൊണ്ടോ നിർമ്മാണം നടത്തുക എന്നുള്ളത്. ഒരു രാഷ്ട്രത്തെ നന്മ കൊണ്ടും സൽപ്രവൃത്തി കൊണ്ടും സാമൂഹ്യ നീതിയെ ശരിക്കും തന്നെ നടപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത്. ആ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത് ഈമാനിൽപ്പെട്ടതാണ്. ഈമാനിൽപ്പെട്ട ഈ രാഷ്ട്ര സേവനം തുടരെ ഇവിടെ സമർപ്പിച്ച ഏറ്റവും കടുത്ത പാരമ്പര്യമുള്ള സമുദായമാണ് മുസ്ലിമീങ്ങൾ. വാസ്കോ ഡി ഗാമ ഇന്ത്യ മഹാരാജ്യത്ത് വന്നിടം മുതൽക്ക് 1947 വരെയുള്ള 4.5 നൂറ്റാണ്ട് കാലത്തോളം ഒരു സമുദായം എന്ന പേരിൽ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പോരാട്ടത്തിന്റെയും ധീര സ്നേഹത്തിന്റെയും പ്രകടനമായിരുന്നു മുസ്ലിങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. അവസാനം തൂക്കുമരത്തിലേക്ക് മുഗൾ ചക്രവർത്തിമാർ ഏതാണ്ട് 300 വർഷം ഇവിടെ ഭരിച്ച ബാബർ ചക്രവർത്തി മുതൽ ബഹദൂർ ഷാ വരെയുള്ള കാലഘട്ടം 300 വർഷമാണ്. ഈ 300 വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യം ചെന്ന് ചാടുന്നതിൻ്റെ അല്പം മുമ്പാണ് ബഹദൂർ ഷായിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. കൊട്ടാരത്തിൽ നിന്ന് അവരെ പുറത്താക്കി ബഹദൂർ ഷായെ നാടുകടത്തി അദ്ദേഹത്തെ ബർമയിലേക്ക് നാടുകടത്തി അദ്ദേഹം ബർമയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സ്വർണ്ണക്കട്ടികളും നിധികളും അതുപോലെയുള്ള രക്തക്കല്ലുകളുമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കരുതി ഈ സ്വർണ്ണക്കട്ടിയും നിധികളും കടത്തുകയാണ് എന്ന്. പക്ഷേ അദ്ദേഹം ആർക്കും തന്നെ തന്റെ സഞ്ചി കാണിച്ചു കൊടുത്തില്ല. സഞ്ചിയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ബർമയിൽ പോകുന്നത്. അവിടുന്ന് അദ്ദേഹത്തെ തൂക്കുമരത്തിലേറ്റാൻ നേരത്ത് ആ സഞ്ചി പലരും ചോദിച്ചു ഇങ്ങോട്ട് തരണമെന്ന്. അദ്ദേഹം കൊടുത്തില്ല. സഞ്ചിയും പിടിച്ചുകൊണ്ടാണ് കൊലമരത്തിൽ അദ്ദേഹം ഏറിയത്. കൊലമരത്തിലേക്ക് അദ്ദേഹത്തെ കഴുത്തിൽ കയറിട്ടുകൊണ്ട് കൊലമരത്തിലേക്ക് ഉയർത്തിയപ്പോൾ കയ്യിൽ നിന്നും സഞ്ചി വീണു. സഞ്ചി വീണപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഓടി വന്നു. ബ്രിട്ടന്റെ ഉദ്യോഗസ്ഥന്മാർ ഓടി വന്ന് സഞ്ചി എടുത്തപ്പോൾ ആ സഞ്ചി നിറയുണ്ടായിരുന്നത് മണ്ണായിരുന്നു. ഭാരതത്തിന്റെ മണ്ണ്. അതിന്മേൽ ഒരു ചെറിയ തുരുപ്പ് വെച്ചിട്ട് ഒരു ചെറിയ തൊണ്ട കടലാസലതിയെ എഴുതിയിരുന്നു, ഇത് എൻ്റെ മാതൃഭൂമിയുടെ മണ്ണാണ്. ഈ മണ്ണുമായിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഖബറിൽ ഈ മണ്ണിടണം. ഇന്ത്യയുടെ മണ്ണിൽ കിടന്നുറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ബർമയിൽ എൻ്റെ ഖബറാകുമ്പോൾ ആ ഖബറിൽ ഇന്ത്യയിലെ മണ്ണുണ്ടാകണം. ആ
മണ്ണിൽ ഞാൻ ക്ഷയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം പ്രകടിപ്പിച്ച പോരാളികളുടെ പാരമ്പര്യമാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിലുള്ളത്. മൗലാന മുഹമ്മദ് അലി അദ്ദേഹത്തെ ജയിലിൽ നിന്നും തൂക്കാൻ വിധിച്ചു എന്ന് കേട്ടപ്പോഴാണ് ബീഗം ആബിദ ജയിലിലേക്ക് വരുന്നത്. മൗലാന മുഹമ്മദ് അലിയെ കാണാൻ തൻ്റെ പ്രിയപ്പെട്ട മകൻ ധീരദേശാഭിമാനിയായ മൗലാന മുഹമ്മദ് അലി ഒരവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ സെക്രട്ടറി ആകുമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽജിയായിരുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലിയുമായി കൊണ്ടുള്ള ബന്ധമെല്ലാം തന്നെ വാസ്തവത്തിൽ നന്നായി കൊണ്ടിട്ട് ജവഹർലാൽ പറയാറുണ്ട്. അങ്ങനെയുള്ള മൗലാന മുഹമ്മദ് അലിയെ വാട്ടയർ തീവണ്ടി ആഫീസിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ്റെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലാക്കി. കേട്ടത് അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന രാജ്യദ്രോഹിയായിരുന്നു. ഉമ്മ കാണാൻ വേണ്ടി വന്നപ്പോൾ മകൻ ജയിലറക്കുള്ള ചിരവാതിലും പിടിച്ച് നിൽക്കുന്നു. ഉമ്മായുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ പറഞ്ഞു, മോനെ കരയരുത്. മൗലാന മുഹമ്മദ് അലിയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. ആ സമയത്ത് ഉമ്മ എനിക്ക് മാപ്പ് നൽകണം, ഉമ്മ എനിക്ക് പൊറുക്കണം. കാരണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നൽകി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉമ്മയും കുടുംബവും കരുതിയത് ദരിദ്രരായി ഞങ്ങൾക്കൊരു താങ്ങും തണലുമായിട്ട് നല്ല ജോലിയിൽ മുഹമ്മദ് അലി കടക്കുമെന്നാണ്. മുഹമ്മദ് അലിക്ക് അന്ന് ഉയർന്ന ഉദ്യോഗങ്ങളെല്ലാം ഓഫർ ചെയ്തിരുന്നു. കശ്മീർ രാജാവിൻ്റെ അസിസ്റ്റൻ്റായി കൊണ്ടിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. പക്ഷെ അതിലേക്കൊന്നും നീങ്ങാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പടയിൽ ചേരുകയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ജയിലറക്കുള്ളിലാണ്. നാളെ കൊലമരത്തിലേക്ക് ഉയരാൻ പോകുന്നത് അദ്ദേഹത്തെയാണ് ഉമ്മ കാണുന്നത്. ഉമ്മക്ക് എത്രമാത്രം വേദനയുണ്ടാകും. മകൻ പറഞ്ഞു, ഉമ്മ ഇനി നാളെ മൈസൂരിൽ വെച്ച് നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്നെ തൂക്കാൻ വിധിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ നാളെ മൈസൂരിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ മകനോട് പറയുന്നത് എന്താണല്ലോ, ബുദ്ധി അമ്മാക്കി കുച്ച് ഓർമ്മന കരുണ കലിമ പഠിക്ക് മോനെ, നീ അതും ഇതും പറഞ്ഞ് എന്നെ ദുഃഖിപ്പിക്കരുത്, എന്നെ വേദനിപ്പിക്കരുത് മോനെ. നീ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നീ തയ്യാറെടുക്കുക. ഇവിടെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിന്റെ പോരാട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നീ തയ്യാറാവുക. പാൻസി ആയേ അഗർ തുക്കു ജാൻ, അക്രമിയായ ഭരണകൂടം നിനക്ക് തൂക്കുമരമാണ് നൽകുന്നതെങ്കിൽ ആ രാജാവ് നിന്റെ കയ്യും പിടിച്ച് തൂക്കുമരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്നോട് ചോദിക്കും, മുഹമ്മദ് അലി വെള്ളം വേണോ എന്ന്, കുടിക്കാൻ അവസാനത്തെ വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ നീ അവരോട് വെള്ളം വാങ്ങി കുടിക്കരുതേ മോനെ. അവർ ചോദിക്കുന്ന വെള്ളം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊലമരത്തിലേക്ക് കയറണം. ഇതാണ് ബീഗം ആബിദ തൻ്റെ മകന് നൽകിയ വസിയത്ത്. നോക്കൂ എന്താണ്, എന്ത് ധീരദേശാഭിമാനിയായ വനിതയാണ്. ഇന്ത്യ മഹാരാജ്യം ഇതുപോലെയുള്ള ഒരു പെണ്ണിനെ പ്രസവിച്ചിട്ടുണ്ടോ? പക്ഷേ ചരിത്രത്തിൽ ബീഗം ആബിദ അറിയപ്പെടുന്നില്ല. നമ്മുടെ വളരുന്ന തലമുറക്ക് പഠിക്കാനും ചിന്തിക്കാനും മനനം നടത്താനുമുള്ള അവസരമോ നൽകപ്പെടുന്നുമില്ല. ബീഗം ആബിദ അത്രയും വലിയ ധീരദേശാഭിമാനിയായിരുന്നു. ബ്രിട്ടീഷുകാരൻ്റെ വെള്ളം വാങ്ങിയിട്ട് ബ്രിട്ടീഷുകാരൻ്റെ വെള്ളം നീ ചോദിച്ചു വാങ്ങി കുടിക്കരുതേ മോനെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വസിയത്തും നടത്തിക്കൊണ്ടാണ് ആ ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, ജയിലിൻ്റെ സമീപത്തു നിന്നും മടങ്ങുന്നത്. പക്ഷേ മൗലാനയെ തൂക്കിയില്ല. ആ കറാച്ചിയിൽ വെച്ച് വിചാരണ നടത്താനാണ് പ്രഖ്യാപിച്ചത്. കറാച്ചിയിൽ വെച്ച് വിചാരണ നടന്നു. നിരവധി മുഹമ്മദ് അലിയെ വിട്ടയക്കപ്പെട്ടിട്ടുണ്ടായി. അവസാനം അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 നവംബർ 19 ഇംഗ്ലണ്ടിലെ ഇന്ത്യ ഭരിക്കുന്ന ചക്രവർത്തിയുടെ ജെയിംസ് കൊട്ടാരത്തിൽ വെച്ച് ആ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പുലിക്കുട്ടിയെ പോലെയുള്ള ഗർജനം, ആ പ്രസംഗമാണ് രക്തം ഛർദ്ദിപ്പിച്ചതും അവസാനം മരണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതുമല്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഭാഗതകൾ നിർണയിക്കുന്ന ആ മഹാസമ്മേളനത്തിലേക്ക് പോകുമ്പോൾ വലിയ പ്രമേഹരോഗിയായിരുന്നു അദ്ദേഹം.
ശരീരത്തിൽ കൊളസ്ട്രോൾ ധാരാളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 അടി കാലെടുത്ത് വെക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർമാർ തടഞ്ഞത്. പക്ഷേ അതൊന്നും തന്നെ വകവെക്കാതെ കണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി കൊണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. കാരണം അത് പോകാൻ ഗാന്ധിജിയില്ല, ജവഹർലാലില്ല, അവർക്ക് ജയിലില്ല, അബുൽ കലാം ആസാദില്ല, അവരെല്ലാം ജയിലില്ല. പിന്നെ പോകാൻ പറ്റുന്ന ഒരാൾ വേണ്ടേ? അദ്ദേഹം പുറപ്പെട്ടു. വാസ്തവത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പുലിക്കുട്ടിയെ പോലെ ഗർജിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും അദ്ദേഹം തളർന്നു നോക്കുകയുണ്ട്. ക്ഷീണിതനായി അവസാനം ഹൈദർ പാർക്ക് ഹോട്ടലിലേക്ക് അദ്ദേഹം എടുത്തുകൊണ്ടുപോയി. 3-4 ദിവസം അവിടെ വെച്ച് ഡോക്ടർമാർ പരിശോധിച്ചു. ആ സമയത്ത് അദ്ദേഹം വസിയത്ത് ചെയ്തു, ഇനി എൻ്റെ ജനാസ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്. ഇന്ത്യ ഒരു അടിമരാഷ്ട്രമാണ്. അതുകൊണ്ട് എൻ്റെ ജനാസ ഞാൻ ആഗ്രഹിക്കുന്നത് അമ്പിയാക്കന്മാരെ കബറടക്കിയ ബൈത്തുൽ മഖ്ദിസിൽ കബറടക്കണമെന്നാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അവസാനം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്നെല്ലാം ചർച്ചയുണ്ടായിരുന്നു. വസിയത്തനുസരിച്ച് കൊണ്ട് കുടുംബാംഗങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ കൊണ്ടുപോയി. ആ ബൈത്തുൽ മഖ്ദിസ് പള്ളിയുടെ സമീപത്ത് ഇന്നും കാണാം ഇന്ത്യൻ സ്വന്തരിച്ചുവായ മുഹമ്മദ് അലിയുടെ ഖബർ എന്നവിടെ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ നാട്ടിനോടുള്ള സ്നേഹം, ഹബീബായ നബിയോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതും. ഇതാണ് ഈമാനിന്റെ മാധുര്യം. ഈ മാധുര്യത്തിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരു ശബ്ദത്തിൻ്റെ തകരാറുണ്ട്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ദീർഘിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടച്ചതമ്പുരാൻ നാം ഈ കേട്ടതും പറഞ്ഞതുമെല്ലാം തന്നെ അവൻ്റെ അടുക്കൽ മഖ്ബൂലായ ഖാലിസായ ഒരു അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഹബീബായ നബിയുടെ മേൽ ഇരുന്ന് തന്നെ ഒരു 3 സ്വലാത്തുകളുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ നബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളുടെ സ്വലാത്ത് എൻ്റെ ഹബീബായ നബിയുടെ റൗള ഷരീഫിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഹബീബായ നബിയുടെ റൗള ഷരീഫിൽ അവിടുത്തെ മസാറിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സലാത്തും സലാമും പറയാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഹബീബായ നബിയെ സ്നേഹിച്ച ആശിഖീങ്ങളിൽ ഞങ്ങൾ നീ കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ തിരിച്ചറിയ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇത്തിബായിൻ്റെ അഹ്ലുകാരിൽ ഞങ്ങൾ നീ കൊടുക്കണേ തമ്പുരാനെ. അവസാനം നാളെ മഹ്ശറായിൽ അവിടുത്തെ ശഫാഅത്തുൽ കുബ്രക്കർക്കരാക്കി തീർക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, തേനിനേക്കാൾ മാധുര്യവും പാലിനേക്കാൾ വെളുപ്പുമായ ഹൗലുൽ കൗസറിൽ നിന്നും വെള്ളം വിതരണം ചെയ്യുമ്പോൾ ഹബീബായ നബിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാൻ സാധുക്കളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനെ. ഇസ്ലാമിനെതിരിലും പ്രവാചകനെതിരിലും ഒരുപാട് ജൽപ്പനങ്ങളും അക്രമങ്ങളും വേണ്ടാത്തതും എല്ലാം തന്നെ പറഞ്ഞു വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ശക്തരായ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഒരു ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. റഹ്മാനായ റബ്ബേ, പ്രവാചകൻ നടപ്പാക്കിയ ശരീഅത്തും 1000ന്റെ നോട്ട് പോലെ അസാധുവാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണകർത്താക്കളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. റഹ്മാനായ റബ്ബേ, ഹബീബായ നബി നടപ്പാക്കിയ ശരീഅത്ത്, പ്രബോധനം ചെയ്ത ആ ശരീഅത്തിനെ കണ്ണിനെ കിട്ടുന്ന വഴി പോലെ സംരക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടുത്തെ തിരിച്ചറിയ കാലത്തിന് അതീതമാണ്. കാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കൈകടത്തലിനും പറ്റാത്തതാണ്. അർഹമുർ-റഹീമീനായ റബ്ബേ, ആ ശരീഅത്തിൻ്റെ നിയമം നിന്റെ ഹബീബായ നബിയുടെ തിരിച്ചറിയ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് സൗഭാഗ്യരായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശരീഅത്തിനെതിരായി
നീക്കങ്ങളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, പൗരസ്വാതന്ത്ര്യത്തിനെതിരായി കൊണ്ടുള്ള ഈ നീക്കങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് സൗഹാർദ്ദത്തിലൂടെ, സ്നേഹത്തിലൂടെ, ഐക്യത്തിലൂടെ ഒരു നവഭാരതം കെട്ടിപ്പടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനുടക്ക് വെക്കുന്ന എല്ലാ ഭീഭത്സ ശക്തികളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ലോക മുസൽമാനിലേക്ക് വളർത്തണേ തമ്പുരാനെ. മുസ്ലിം സമുദായത്തെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും മർദ്ദിതരായി കഴിയുന്ന ഞങ്ങളെ സഹോദരന്മാരെ നീ സഹായിക്കണേ തമ്പുരാനെ, സംരക്ഷിക്കണേ തമ്പുരാനെ. അവർക്കെതിരിൽ നീങ്ങുന്ന ഇസ്രായേലിൻ്റെയും അതുപോലെയുള്ള സംഘടനകളുടെ, വർഗീയ സംഘടനകളുടെയോ സർവ്വ നീക്കങ്ങളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. വൻ ശക്തികളുടെ പാപങ്ങളാക്കി ഞങ്ങളെ സഹോദരന്മാരായ അറബികളെ നീ മാറ്റരുതേ തമ്പുരാനെ. വൻ ശക്തികളുടെ ഗൂഢാലോചന നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ദീർഘായുസ്സും ആരോഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഭയപ്പെടുന്ന രോഗങ്ങളെ തൊട്ടല്ല ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. ഞങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയുന്ന മലിക്കുൽ ജബ്ബാറായ രാജതമ്പുരാനെ, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, സ്വകാര്യ ദുഃഖങ്ങളുണ്ട് റബ്ബേ. ആ ദുഃഖങ്ങളെല്ലാം ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഈ നാട്ടിൽ ഒരു സൽക്കർമ്മത്തിൻ്റെ വിത്തായ ഈ ഓഡിറ്റോറിയത്തിലൂടെ സമർപ്പിച്ച മാന്യ വ്യക്തിക്ക് ഇതിന് നീ അതിന് തക്കതായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. പരലോകത്തെ ഏറ്റവും വലിയ അമലായി ഇതിനെ നീ മാറ്റണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ പിതാവിന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീ സൗഖ്യം നൽകണേ തമ്പുരാനെ. റബ്ബായ തമ്പുരാനെ, ഈ നാട്ടിലെ പാപങ്ങളുടെ കണ്ണീരൊപ്പാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്ത ഈ സേവനങ്ങളെയെല്ലാം നിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മക്ബൂലായ അമലായി അദ്ദേഹത്തിൻ്റെ നാളെ മഹ്ശറയിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി തീർക്കണേ തമ്പുരാനെ. റബ്ബേ, ഈ പാത പിൻപറ്റാൻ നമ്മുടെ ഉദാരമതികളെയും ഐശ്വര്യവാന്മാർക്കോ റബ്ബേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പരലോകത്തേക്ക് വെച്ചുള്ള സമ്പാദ്യം തൻ്റെ മാതാപിതാക്കളിലൂടെ ആ സമ്പാദ്യം അനുസ്മരിക്കാൻ അവസരം കിട്ടുക, ഇതെല്ലാം വലിയ സൗഭാഗ്യമാണ് റഹ്മാനായ റബ്ബേ. ആ സൗഭാഗ്യം കിട്ടിയ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നു അല്ലാഹുവേ. ദീർഘായുസ്സും ആരോഗ്യവും നീ അദ്ദേഹത്തിനും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവസാനം ഈമാൻ സലാമത്താകുന്ന സൗഭാഗ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ കൊടുത്തണേ തമ്പുരാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ജലാലിൻ്റെയും ജമാലിൻ്റെയും കമാലായ റബ്ബേ, നിന്റെ തുരിൽക്കായിനെ കാണുന്ന സൗഭാഗ്യത്തിൽ ഞങ്ങളെല്ലാവരെയും കൊടുത്തണേ തമ്പുരാനെ. റബ്ബനാ ഇന്നനാ ഖദ് റഫഅനാ റജീന മിൻക റഹ്മത വൽ അഫ്വ ഫലാ തുറുദ്ദനാ ഖായിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.